ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ ഏറെ പ്രാധാന്യത്തോടെ വായിക്കുന്ന പാലസ്തീനിയയിലെ ഗലീലിയൻ ഭൂപ്രദേശം. ആ ഗലീലിയ മേഖലയിൽ ജീവിച്ചിരുന്ന യഹൂദന്മാർ താരതമ്യേന നിരക്ഷരകുക്ഷികളും നിർധനരുമായ സാധാരണ യഹൂദന്മാരായിരുന്നു. അക്കാലഘട്ടത്തിൽ പാലസ്തീനിയയ്ക്ക് 3 മേഖലകളായിരുന്നു. ജൂത അധിനിവേശമുള്ള 2 സ്ഥലങ്ങളും ജൂതന്മാർ വസിക്കാത്ത ശമര്യ എന്ന ഒരു പ്രദേശവും. ജൂതന്മാർ വസിക്കുന്ന ആദ്യത്തെ പ്രദേശം യെരുസലേമാണ്. അത് തെക്കായിരുന്നെങ്കിൽ വടക്കു വശത്ത് മാറി ജൂതന്മാരുടെ മറ്റൊരു സെറ്റിൽമെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഗലീലിയ. നടുക്കുള്ള സ്ഥലം ശമര്യയുമായിരുന്നു. സാധാരണയിൽ നിന്ന് വിഭിന്നമായി ഈ 2 ആളുകൾക്കുമിടയിൽ അവർക്കത്ര കണ്ട് സ്വീകാര്യരല്ലാത്ത ശമര്യരുടെ സെറ്റിൽമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ യഹൂദിയായിലെ യഹൂദന്മാരും ശമര്യായിലെ യഹൂദന്മാരും തമ്മിൽ നല്ല അകലമായിരുന്നു. അത് മറ്റൊരു വസ്തുത എന്നത് ഗലീലിയൻ യഹൂദന്മാർ പൊതുവെ മത്സ്യബന്ധന തൊഴിലാളികളും അതിസാധാരണക്കാരും ഒക്കെ ആയതുകൊണ്ട് ടൗൺഷിപ്പായ ജെറുസലേമിലെ അല്ലെങ്കിൽ യഹൂദിയായിലെ യഹൂദന്മാരുടെ സമ്പദ്സ്ഥിതിയോടും അറിവിനോടും സംസ്കാരത്തോടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരകലം അവർക്കിടയിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് യെരുസലേമിലെ യഹൂദന്മാർ ഗലീലിയൻ യഹൂദന്മാരെ ഗലീലിയന്മാർ എന്ന് നിലവാരം താണ് കണ്ടു. അത്തരമൊരു ബോധം നിലനിൽക്കുന്ന കാലത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നത് കുലമഹിമയ്ക്ക് പേരുകെട്ട സമ്പസ്ഥിതിക്ക് പേരുകെട്ട ഈ യഹൂദിയായിലെ ബേത്ലഹേം എന്ന സ്ഥലത്തായിരുന്നു. യേശുവിൻ്റെ മുത്തച്ഛൻ്റെ പേര് നമ്മളറിയുന്നത് പോലെ ദാവീദ് എന്നായിരുന്നു. ദാവീദ് രാജ കുലമഹിമ അർഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ യഹൂദ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ പേര് ഇശായി എന്നായിരുന്നു. ആ ഇശായി അറിയപ്പെട്ടത് ബേത്ലഹേമ്യനായ ഇശായി എന്ന നാമധേയത്തിലായിരുന്നു. ഇപ്പുറത്ത് നമ്മൾ കാണുന്നത് പോലെ വായിക്കും പോലെ മനസ്സിലാക്കും പോലെ ബേത്ലഹേമ്യനായ ഇശായിയുടെ തായ്വഴിയിലെ കൊച്ചുമകനായ യേശുക്രിസ്തു ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ബേത്ലഹേമ്യനായ ക്രിസ്തു എന്നൊരു പേരെടുത്തില്ല. മറിച്ച് യേശുവിൻ്റെ പേരിനൊപ്പമുള്ള അപരാഭിധാനം, ആ പേരിനൊപ്പമുള്ള വിശദീകരണം, പേരിനൊപ്പമുള്ള സർനെയിം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് നസ്രയനായ യേശുവെന്നായിരുന്നു. നസ്രയനായ യേശു എന്ന പേര് വരുന്നത് നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ യേശു വളർന്നത് കൊണ്ടാണ്. നസർ ബെയ്ത്ത് എന്ന യഥാർത്ഥ ഉച്ചാരണത്തിൽ പറയുകയും നമ്മൾ നസ്രത്ത് എന്ന് പറയുകയും ചെയ്യുന്ന ഈ ഗലീലിയൻ മേഖലയിൽ യേശു വളർന്നു. ജനനസ്ഥലം അങ്ങ് യഹൂദിയായിലെ ബേത്ലഹേമാണെങ്കിലും അദ്ദേഹം വളർന്നത് ഈ നസ്രത്തിലായതുകൊണ്ട് നസ്രായൻ എന്ന പേര് സ്വീകരിച്ചത് കേവലമായ യാദൃച്ഛികതയല്ല. ഒന്ന്, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. മറ്റൊന്ന്, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്ന ആ ദൈവപദ്ധതിയുടെ ഭാഗമായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വചനധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഒരു കാര്യം തന്നെ ചിന്തിക്കാം. എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ ജീവിത പരിമിതിക്കുള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഉദ്ധരിക്കുന്ന മഹാദൈവത്തിൻ്റെ പുത്രനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഏത് പരിമിതിക്കുള്ളിലും തൻ്റെ മക്കളെ ഉദ്ധരിക്കുവാൻ, അവർക്കാവശ്യമായ ദൈവകൃപ നൽകുവാൻ കഴിയുന്ന ആ ദൈവപുത്രനെ ഉയർത്തിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ സംക്ഷിപ്തം, അതിൻ്റെ ഉള്ളടക്കം നമുക്ക് ഈ ദേശത്തോട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് തുടങ്ങാം. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ആ യേശുക്രിസ്തുവിനെ സൂക്ഷ്മമായി അനുഭവിച്ച, ആസ്വദിച്ച, പഠിച്ച, ഗ്രഹിച്ച ശിഷ്യന്മാരിൽ ഒരുവനായ മത്തായി. ആ മത്തായിയുടെ ഏറ്റവും മനോഹരമായ ഒരു വിശദീകരണമാണ് ഈ 17-ാം അധ്യായത്തിൽ കാണുന്നത്.
ഇത് രസാവഹമായ ഒരു ചിന്ത ആയതുകൊണ്ട്, ഒട്ടേറെ ആശയ സമ്പുഷ്ടമായതുകൊണ്ട് ഒരു പശ്ചാത്തല വിശദീകരണം നമുക്ക് അനിവാര്യമായിരിക്കുന്നു. അത് 16-ാം അധ്യായത്തിൽ തന്നെ ആരംഭിക്കേണ്ട ഒരു പശ്ചാത്തല വിശദീകരണമാണ്. 16-ാം അധ്യായത്തിൽ നിന്ന് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 100 മൈലുകളുടെ അകലമുള്ള 2 സ്ഥലത്താണ് സംഭവങ്ങൾ നടക്കുന്നത്. 16-ാം അധ്യായത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് അങ്ങ് നമ്മളെല്ലാം അറിയുന്നത് പോലെ ഫിലിപ്പിൻ്റെ കൈസറിയ എന്നറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശത്താണ്. ഫിലിപ്പിൻ്റെ കൈസരയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യഗണങ്ങളും ഒരുമിച്ചുള്ള ഒരു യാത്ര നടത്തി അവരവിടേക്ക് വരികയാണ്. യെരുശലേമിൻ്റെ വടക്ക് ഭാഗത്തായി 92 മൈൽ അകലെയുള്ള ഈ ഭൂപ്രദേശത്ത് കർത്താവും ശിഷ്യന്മാരും വരുമ്പോൾ യേശു അവർക്കിടയിൽ ഒരു സ്വാഭാവികമായ ചോദ്യം ചോദിക്കുകയാണ്. അല്ലയോ ശിഷ്യഗണങ്ങളെ, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആരാണ് ഞാൻ എന്നാണ് അവരുടെ ചിന്ത. വളരെ മനോഹരമായൊരു ആൻസറാണ് പുറത്തേക്ക് വരുന്നത്. എന്തെന്നാൽ യേശുവിനെ പരിഹസിക്കുന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്ന നാടാണത്. യേശുവിനെ അവഹേളിക്കൽ അവരുടെ ഒരു രീതിയാണ്. യേശു അതുവഴി പോകുമ്പോഴൊക്കെ കള്ളനെന്ന് വിളിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകൾ അവിടെയുണ്ട്. യേശുവിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അസൂയയുടെ പിൻബലത്തിൽ തച്ചൻ്റെ മകനെന്ന് നിലവാരം താത്ത് കാണുന്ന മനുഷ്യരുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ഈ കൈസരയിലേക്ക് വരുമ്പോൾ ശിഷ്യഗണങ്ങൾ പറയാണ്, ഗുരു, നമ്മൾ പണ്ട് കേട്ട് മനസ്സിലാക്കിയ, നമ്മെ അവഹേളിച്ച ആ ചിന്തയിൽ നിന്നൊക്കെ മനുഷ്യരേറെ മാറി. കാരണം നീ കടലിൻ മീതെ നടക്കുന്നു, നീ 5 അപ്പം 5000 കൊടുക്കുന്നു, നീ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് ആ മാരക രോഗികളെ കൽപ്പിച്ചു സുഖപ്പെടുത്തുന്നു, അതുപോലെ മരിച്ചു മണ്ണടിയാൻ തുടങ്ങുന്ന ആ മൃതശരീരങ്ങളെ ജീവിപ്പിച്ച് തിരികെ നൽകുന്നു. ഈ ശ്രുതി എങ്ങും പരന്നപ്പോൾ ഈ ആളുകൾ നിന്നെക്കുറിച്ച് പറയുകയാണ്, നീ ആ പ്രവാചകന്മാരിൽ ഒരുത്തൻ. ഏത് പ്രവാചകൻ? പണ്ട് മോശ പ്രവചിച്ചു, യഹോവയായ ദൈവം എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങളുടെ സഹോദരന്മാർക്ക് ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. ആവർത്തനം 18:18 അത് പ്രതിപാദിക്കുന്നത്. ആ വ്യക്തി നീയാണെന്നാണ് ആളുകൾ പറയുന്നത്. ഇനി വേറെ ചിലർ പറയുന്നതേ നീ ഇരമ്യാവാണ് എന്ന മറ്റൊരു വാദമാണ്. ഇനിയും മറ്റൊരു കൂട്ടർ പറയുന്നതേ നീ ഏലിയാവാണ്. നീ ഏലിയാവാണെന്ന് പറയുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് വിഭിന്നമായ വേറൊരു സ്വരം കേൾക്കാം. അവർ പറയുന്നു, മരിച്ച് ആ തലയെറുത്ത് പണ്ട് ഹെരോദാ കൊന്നില്ലേ മാസങ്ങൾക്കപ്പുറത്ത്, ആ മനുഷ്യന് മരണം ഭവിച്ചു എന്ന് കണ്ടിട്ടും ആളുകൾ പറയാ അവനാണീ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ കമൻസി, ഈ അഭിപ്രായം ഒന്നും മോശമല്ല. കാരണം ഈ പറഞ്ഞതൊക്കെ നല്ല വിശ്വാസമുള്ള മനുഷ്യൻ്റെ അഭിപ്രായമാണ്. കാരണം തല ഛേദിക്കപ്പെട്ടൊരു മനുഷ്യൻ വീണ്ടും തിരിച്ചിവിടെ വന്നു നിന്ന് ഇതുപോലെയുള്ള ശുശ്രൂഷ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ നല്ല ദൈവവിശ്വാസം വേണം, നല്ല ഉറപ്പ് വേണം, നല്ല ചിന്ത വേണം, നല്ല ബുദ്ധി വേണം. അങ്ങനെയാണെങ്കിൽ ആളുകൾ പറയുന്നതിൽ, നിന്നെക്കുറിച്ച് പറയുന്നതിൽ ചില കഴമ്പുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ചിന്തയ്ക്ക് മാറ്റം വന്ന് തുടങ്ങിയിരിക്കുന്നു, കാഴ്ചപ്പാടിന് മാറ്റം വന്ന് തുടങ്ങിയിരിക്കുന്നു. വീണ്ടും അടുത്ത കൂട്ടർ പറയുകയാണ്, നീ ഇരമ്യാവാണ്. അതും ചില്ലറ കാര്യമല്ല. പണ്ട് പ്രവാസം വരുന്നു എന്ന് ഉലകത്തോട് വിളിച്ചു പറഞ്ഞ് ത്യാഗിയായി ഇരുട്ട് കിണറ്റിൽ കിടന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ടും താൻ വിശ്വസിക്കുന്ന സത്യത്തിനു വേണ്ടി അവസാന നിമിഷം വരെ പൊരുതിയ മഹാരഥനായ ഇരമ്യാവാണ് നീ എന്ന് പറയുന്നതും ഉയർന്നൊരു വിശ്വാസമാണ്. മൂന്നാമതായി ചില പറയുന്നത് നീ ഏലിയാവാണ്. മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവ് നീയാണ്. നല്ല സംഭാഷണങ്ങളാണ്. അത്രയും വന്നപ്പോൾ യേശു ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി ആ ചർച്ച നിർത്ത്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൂടി ആലോചിച്ച് പറയേണ്ടതാണ് ഉത്തരം. നമ്മളോടെല്ലാം കൂടെ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ആരോടും ആലോചിക്കാതെ പെട്ടെന്ന് പത്രോസിൻ്റെ മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഞാൻ അമ്പരന്ന് പോകുന്നു ഈ മറുപടിയിൽ. കാരണം അയാൾ വിദ്യാസമ്പന്നനല്ല, അയാൾക്ക് വായന കൊണ്ടുള്ള അറിവുമില്ല, സാധാരണ വായനയ്ക്കപ്പുറത്തേക്ക് പോകാൻ പാകത്തിനുള്ള പരിജ്ഞാനമില്ലാത്തൊരു സാധുവായ മനുഷ്യൻ. അയാളുടെ ജീവിതം കടലും മത്സ്യങ്ങളും വലയും പടകും വിലപേശലും വിൽക്കലും വാങ്ങലും നഷ്ടവും നേട്ടവും ഒക്കെ കൊണ്ട് ഒതുങ്ങുന്ന ഒരു ജീവിതമാണ്. അതിനപ്പുറത്തൊന്നും പ്രതീക്ഷകളില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ നിർണായകങ്ങളായ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം തൊടുത്തുവിട്ട വാക്കുകൾക്ക് എന്തൊരു തൂക്കമാണ്, എന്തൊരു ശക്തിയാണ്. വളരെ സുപ്രധാനമായ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടം ഞാൻ ഓർക്കുന്നു. ഈ സമയത്ത് യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ രക്തം കുടിക്കാതെയും
എൻ്റെ മാംസം കഴിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ഇത് കേട്ട ചിലർ അന്ന് നിർത്തിപ്പോയി, ക്രിസ്തീയ ജീവിതമേ നിർത്തിപ്പോയി. അന്ന് മുതൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ തിരുമേശയുടെ ആചരണം ചിലർക്ക് ഇന്നും അതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞുകൂടാ. ചിലരതിനെ അക്ഷരാർത്ഥം എടുക്കാറുണ്ട്. നാം വാഴ്ത്തി അനുഗ്രഹിച്ച് വച്ചിരിക്കുന്ന ആ റൊട്ടി, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദ്രവ്യം അക്ഷരാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമാകും എന്നാണ് ആളുകൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരില്ല. കാരണം എന്തെന്നാൽ ആ യേശുവിൻ്റെ മാത്രം ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവ് സമ്മതിക്കയില്ല. മനസ്സിലായല്ലോ? നിങ്ങൾ ഭുജിക്കുന്ന ആ തിരുമേശയുടെ ഓർമ്മയ്ക്കായി ഭുജിക്കുന്ന വസ്തു അക്ഷരാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരമായാൽ അത് മണ്ണിലിട്ടാൽ ദ്രവിക്കരുത്, നശിക്കാനായിട്ട് പാടില്ല. കാരണം എന്താ? തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവ് സമ്മതിക്കില്ല. കല്ലറയിൽ വെച്ചിട്ടും ആ കല്ലറയുടെ മണ്ണുകൾക്ക് യേശുവിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയാതിരുന്നത്, ദ്രവിച്ചു പോകാതിരുന്നത് പരിശുദ്ധനെ ദ്രവീകരണത്തിന് ഏൽപ്പിക്കില്ല എന്നതുകൊണ്ടാണ്. അത് കേട്ട് എൻ്റെ രക്തം കുടിക്കാതെയും എൻ്റെ മാംസം കഴിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല. ഇത് കേട്ടവരിൽ പലരും പിന്മാറിപ്പോയി. നല്ല കൊള്ളാവുന്ന മനുഷ്യരൊക്കെ പോയി, തിരിച്ചുപോയി, അറിവുള്ളവരും ഒക്കെ പോയി. അപ്പം ഇത് കണ്ട് ശിഷ്യന്മാരും അമ്പരന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ സഭ എവിടെ നിൽക്കും, പ്രസ്ഥാനം എവിടെ നിൽക്കും? ഉപദേശത്തിന് കട്ടി കൂടി വരുന്നതിനനുസരിച്ച് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുക. ഗുരു 5000 പേരൊക്കെയാണ് ഒരിക്കൽ ഫുഡ് കഴിക്കാനുള്ളത്. 10,000 ആളുകളൊക്കെ കൂടിയ യോഗമാണ്. ഇപ്പോൾ വന്ന് ഞങ്ങൾ ഈ 10-12 പേരിലേക്ക് ചുരുങ്ങുക. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അവരുടെ മനോഗതം മനസ്സിലാക്കി ക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകാൻ മനസ്സിലായിരുന്നോ? നിങ്ങളെന്താ പോകാഞ്ഞേ? ഒരു നിമിഷം ചിന്തിക്കാതെ പത്രോസ് പറയാൻ, നീ നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, ഞങ്ങൾ എവിടെ പോവാ? ആ ഒരക്ഷരത്തിന് എത്ര പവൻ കൊടുത്താൽ മതിയാകും അല്ലേ? അറിവ് വേണ്ട, പ്രാപ്തി വേണ്ട, പാരമ്പര്യം വേണ്ട, പരിജ്ഞാനം വേണ്ട, നിത്യജീവൻ്റെ മൊഴി നിൻ്റെ പക്കലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആ വലിയ മനുഷ്യൻ്റെ ഉള്ളടക്കം എത്ര വലുതല്ലേ? അദ്ദേഹം ഉൾക്കൊണ്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള ചൈതന്യം എത്ര വലുതാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, നാഥാ, നിത്യജീവൻ്റെ മൊഴിയാണ് ഞങ്ങളെ നിന്നോട് അടുപ്പിക്കുന്ന ഘടകം. ഞങ്ങൾ ത്യാഗം സഹിച്ചെന്ന് വചനം കേൾക്കാൻ ഇവിടെ വരെ വന്നത് ആ നിത്യജീവൻ്റെ മൊഴിയുടെ ബലത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആ പത്രോസിൻ്റെ മനോഹരമായൊരു പ്രഖ്യാപനമാണ്. എന്താണ് ഇവിടെ കണ്ടത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ടേ. ഇത് പത്രോസ് ആലോചിച്ച് പറഞ്ഞതോ സ്വതസിദ്ധമായ ദ്രുതഗതി കൊണ്ട് ചാടിക്കയറി പറഞ്ഞതോ അല്ല. കർത്താവ് പറഞ്ഞാണ്, മകനെ, നിനക്ക് ഇങ്ങനെ മൊഴിയാൻ കഴിഞ്ഞത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്കൊരു വെളിപ്പാട് തന്നു. ഞാൻ ആരെന്നുള്ള വെളിപ്പാട്, ആ വലിയ ഗ്രാഹ്യത്തിലാണ് നീ ഇത് പറഞ്ഞതെങ്കിൽ, നീ സത്യമായി ബോധ്യപ്പെട്ട ആ വെളിപ്പാടിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. നീ ഭാഗ്യവാനാ. ഹല്ലേലൂയ. ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ? പത്രോസിന് വലിയ കാര്യം. 12 പേരുടെ നടുവിൽ, ഒരു ജനാവലിയുടെ നടുവിൽ നിങ്ങളെ ഉയർത്തി നിർത്തിയിട്ട് പറയാണ്, നിങ്ങൾ വലിയൊരു വെളിപ്പാട് കണ്ടയാളാ കേട്ടോ, നിങ്ങൾ കഴിവുള്ള ഒരാളാ കേട്ടോ. നിങ്ങളെ പ്രശംസിക്കുന്നത് ഇഷ്ടപ്പെടും, അത് കർത്താവാണ് പ്രശംസിക്കുന്നത്. അതുകൊണ്ടത് മുഖസ്തുതിയല്ല, വെറുതെ പറയുന്നതല്ല, അതിൽ കാര്യമുണ്ട്. ആ തിരിച്ചറിവിലാ കാര്യങ്ങളുടെ പോക്കേ. പക്ഷേ അടുത്ത ദിവസം ഇവർ തങ്ങളിൽ നന്നായിട്ടങ്ങ് തെറ്റുക, പത്രോസും കർത്താവും കൂടെ. കാരണം കർത്താവ് അടുത്ത ദിവസം ഒരു പ്രസംഗം, അതിൽ പറയാണ്, ദൈവത്തിൻ്റെ ക്രിസ്തു മരിക്കും, ക്രൂശിക്കപ്പെടും, അടക്കപ്പെടും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. മനുഷ്യപുത്രൻ അവർ കാണിച്ചു കൊടുക്കും, ഒറ്റിക്കൊടുക്കപ്പെടും, കൈവിടും. അങ്ങനെ തന്നെ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള ഒരു സൂചന അങ്ങോട്ട് കൊടുക്കുക. ഇത് കേട്ടതും പത്രോസ് കർത്താവിനെ വിളിച്ചു മാറ്റി വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു. കണ്ടോ, അവൻ്റെ ആ ബോധം കണ്ടില്ലേ? കർത്താവിനെ ശാസിച്ചെന്ന് വേറിട്ട് കൊണ്ടുപോയി ശാസിക്കുക. ഇവിടെ വന്നേ വിളിച്ചു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തത്? മേലിൽ ഇങ്ങനെ പ്രസംഗിക്കരുത്,
നീ മരിക്കുമെന്നും പ്രസംഗിക്കില്ല, നിനക്കത് ഭവിക്കാനും പാടില്ല, ഞാൻ സമ്മതിക്കില്ല. കർത്താവ് ആ വാക്ക് കേട്ടിട്ട് പറഞ്ഞത് അല്പം കട്ടിയായിപ്പോയി. സാത്താനെ, എന്നെ വിട്ടു പോ. അവിടെ വച്ച് അല്പം മുമ്പ് നമ്മൾ നാളുകൾക്കപ്പുറത്ത് കേട്ടതല്ലേ, നീ ഭാഗ്യവാൻ എന്ന് വിളിച്ച അതേ യേശു പത്രോസിനപ്പോൾ വിളിക്കുകയാണ്, നിനക്കത് ഭവിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ സാത്താനെ എന്ന്. അപ്പോൾ ഭാഗ്യവാനിൽ നിന്ന് സാത്താനിലേക്കുള്ള വിളി പത്രോസ് കേൾക്കുന്ന ശാസനയ്ക്ക് ചില കാര്യകാരണങ്ങളുണ്ട്. അതറിഞ്ഞെങ്കിലേ ഇന്ന് വായിച്ച വചനത്തിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്താണത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമന ഉദ്ദേശ്യം ഏറ്റവും സുപ്രധാനം അവിടുത്തെ ക്രൂശ് മരണമാണ്. ഹല്ലേലൂയ. ക്രൂശ് മരണം പോലെ സുപ്രധാനമായതൊന്നും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നതാണ് സത്യം. യേശു കന്യകയിൽ ഭുജാതനായതൊരു ദൈവ പദ്ധതിയാണ്. യേശു അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ചെയ്തത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. യേശുവിൻ്റെ പ്രസംഗങ്ങൾ, പഠിപ്പിക്കലുകളെല്ലാം കാലത്തെ അതിജീവിക്കുന്ന ചിന്തകൾ കൊണ്ട് സമ്പന്നമാണ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും 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 വിലമതിക്കാനാവാത്ത പ്രവൃത്തി ക്രൂശ് മരണമാണ്. എന്താ ക്രൂശ് മരണമാണെന്ന് പറയാൻ കാരണം? ക്രൂശ് മരണത്താലാണ് മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ കറ കഴുകിയത്, മനുഷ്യരാശിക്ക് വീണ്ടെടുപ്പ് സ്വായത്തമാക്കാൻ കഴിഞ്ഞത്. ആ മരണമാണ് എന്നെയും നിങ്ങളെയും ഇന്നീരിക്കുന്ന അളവിൽ വന്നിരിക്കാൻ, സർവശക്തനെ തിരിച്ചറിയാൻ, ആ പുത്രനിലൂടെ പിതാവിനെ സ്വർഗസ്ഥ പിതാവായി കാണാൻ നമുക്ക് സാധിച്ചത്. ആ ക്രൂശ് മരണമാണെങ്കിൽ ഇഹലോകത്തിൽ യേശുക്രിസ്തു വന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രൂശിൽ മരിക്കുക എന്നതാണ്. അതുകൊണ്ട് ക്രൂശ് മരണത്തെ നിരസിക്കുന്ന, ക്രൂശ് മരണത്തെ നിരാകരിക്കുന്ന, ക്രൂശ് മരണത്തിൻ്റെ ഉള്ളടക്കത്തെ തള്ളിക്കളയുന്ന ഒന്നും ക്രിസ്തീയമായിരിക്കുന്നില്ല. അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, അതുകൊണ്ട് ആ കുഷ്ഠരോഗിക്ക് മാത്രം വിടുതൽ. യേശു കടലിൽ മീതെ നടന്നു, കണ്ടവർക്കൊക്കെ ഒരാവേശം. 5 അപ്പം 5000 കൊടുത്തു, കഴിച്ചവർക്കൊക്കെ ഉന്മേഷം. അതൊക്കെ വ്യക്തിപരമാണ്. നാളുകൾക്കപ്പുറത്ത് ലാസറിനെ ഉയർപ്പിച്ചെങ്കിൽ അതിൻ്റെ പ്രയോജനം ലാസറിന് മാത്രമാണെങ്കിൽ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ക്രൂശിൽ മരിച്ചു. മുഴു ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം, മുഴു മനുഷ്യരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരം നസ്രയനായ യേശുവിൻ്റെ ക്രൂശ് മരണമാണെങ്കിൽ നമുക്കും വിശ്വാസത്താൽ ആ ക്രൂശ് മരണത്തെ പ്രകീർത്തനം ചെയ്യാം, ആ ക്രൂശിനെ ധ്യാനിക്കാം. ആ ക്രൂശിനെ കുറിച്ച് ധ്യാനിക്കാത്തതൊന്നും സുവിശേഷമായിരിക്കുന്നില്ല. മൂല്യവത്തായ ആ സുവിശേഷത്തിൻ്റെ മഹിമ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവൻ്റെ ആ പ്രായശ്ചിത്ത മരണത്തിൽ നമുക്കൊരിക്കൽ കൂടി നമ്മെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് നാം അംഗീകരിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ട ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ആവർത്തിച്ച് പറയാം, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഏക സത്യനാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. ഈ നാമത്തിൻ്റെ മഹിമാധനത്തെ തിരിച്ചറിഞ്ഞ ആളുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വസ്തുത ഒന്ന് വിശദീകരിക്കാം. ഈ വർഷം, കഴിഞ്ഞ വർഷം ജനുവരി 23 ബഹുമാനപ്പെട്ട PG വർഗീസ് അങ്കിൾ എൻ്റെ ചെറിയ ഭവനത്തിൽ വരാനിടയായി. കുറേ നേരം സംസാരിച്ചിരുന്നു. ആ ജനുവരി 23 ഒരു പ്രത്യേകത ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അങ്ങകളെ ഒറീസയിൽ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻ എന്നറിയപ്പെടുന്നൊരു മിഷണറിയും 2 മക്കളും അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട, ചുട്ടുകരിച്ച ആ ദിവസത്തിൻ്റെ 25 വർഷങ്ങൾ തികയാണ്. അദ്ദേഹം ആ ദിവസം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ 2 ആളും ചേർന്ന് ലൈവിൽ സംസാരിക്കുന്നുണ്ട്. ഇന്നിവിടേക്ക് വരുമ്പോൾ അറിയാൻ കഴിഞ്ഞൊരു പ്രധാന വാർത്ത, അതിന് ചുക്കാൻ പിടിച്ച, ആ കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച അതിലെ പ്രമുഖനായൊരു ബജരംഗദൾ നേതാവ് മഹീന്ദ്ര ഹെബ്രാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവാകുന്നു. അദ്ദേഹത്തെ വെറുതെ വിടുന്നതിനോട് എനിക്കും യോജിപ്പാണ്. പിറ്റേ ദിവസം തന്നെ മോചിപ്പിച്ചാലും ഞങ്ങൾ സന്തോഷവാന്മാരാണ്. അദ്ദേഹത്തെ എന്നല്ല, സുവിശേഷത്തെ, ഞങ്ങളെ
ദൈവമക്കളെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കുകയോ കൊല ചെയ്തോ ചെയ്ത ഒരു മനുഷ്യരോടും പകയുള്ള മനസ്സല്ല യേശുവിൻ്റെ അനുഗാമികളുടേത്. അതുകൊണ്ടാണ് ഗ്ലാഡീസ് ആൻറ്റി ദാരാസിങ്ങിനെ മുഖാമുഖം കണ്ടു ഈ കൃത്യത്തിന് നേതൃത്വം കൊടുത്തയാൾ. അദ്ദേഹത്തെ കണ്ടിട്ട് ഒന്നും പ്രകോപിതനാകാതെ പറഞ്ഞത് എന്താണെന്നറിയണ്ടേ? ദൈവപുത്രൻ്റെ മാപ്പ് താങ്കൾക്കും. ഇത് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അതാണ് ഈ പുസ്തകം ഹൃദയത്തിലേന്തിയവരുടെ പ്രത്യേകത. ഹല്ലേലൂയ. പക്ഷെ ഒരു അപകടം അതിൽ കണ്ടു. 25 വർഷം ജയിലിൽ കിടന്നൊരു മനുഷ്യനെ റിലീസ് ചെയ്തതിലൊരു കുറ്റമില്ല. എന്തിനാണ് ഒരാൾ അത്രയും കാലമൊക്കെ കിടക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്നും ഈ ജീവപര്യന്തം ശിക്ഷിച്ച ആളുകളെയൊക്കെ ഭരണകൂടം പ്രത്യേക പരിഗണന വെച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രായാധിക്യവും രോഗവും ക്ഷീണവും ഈ 90 വയസ്സ് വരെയൊക്കെ മനുഷ്യർ അതിൽ കഴിയേണ്ട കാര്യമില്ല. കാരുണ്യം അവരോട് കാണിക്കണം. ഒരു ഘട്ടത്തിൽ തോന്നിപ്പോയ ഒരു ദുഷ്കൃത്യത്തിന് അവരിത്രയും വലിയ വില കൊടുക്കേണ്ടി വന്നല്ലോ, പോട്ടെ. പക്ഷേ ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ച കണ്ടു. ആ മനുഷ്യനെ ജയിലധികാരികൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു കൊണ്ടുവരിക, പൂമാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരിക. എന്താണ് ഇത്തരം ചെയ്തികൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? അദ്ദേഹത്തിന് കൺഫസ് ചെയ്യാനേ, ഏറ്റുപറയാനേ ഒരവസരം കൊടുക്കാതെ നീ ചെയ്തത് നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തെ പുകഴ്ത്തുമ്പോൾ ഈ രാജ്യം പോകുന്ന അപകടകരമായ ഒരു പോക്കിൽ മാത്രമേ എനിക്ക് വേദനയുള്ളൂ. മറുവശത്ത് ഇത്തരം പ്രവണതകൾ കാണുമ്പോൾ ഭക്തൻ മനസ്സിലാക്കേണ്ടത് ഇതാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുഗാമികൾക്ക് ഇനിയും കാലം കരുതി വച്ചിരിക്കുന്നത്. അവിടെ പിടിച്ചു നിൽക്കാനുള്ള സഹിഷ്ണുതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് കാത്തിരിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ വരുന്ന വഴിയിൽ ധാരാളമായി യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ആവർത്തനങ്ങൾ കണ്ടു. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം കൂടി കേൾക്കാൻ ഇടയായി. അത് മറ്റൊന്നുമില്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടാബ്ലോ കടന്നു പോകുന്ന വഴിക്ക് അത് ലൈനിൽ മുട്ടിയിട്ട് വൈദ്യുതി കുറച്ച് നേരത്തേക്ക് വിച്ഛേദിക്കപ്പെട്ടു. അത് ലൈൻ കമ്പി കണ്ട് പൊട്ടിയിട്ട് വിച്ഛേദിക്കപ്പെട്ടു. ഈ ദുഃഖവെള്ളി ആചരണത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമിലെ സംഭവമാണ്. ചില മണിക്കൂറുകൾക്ക് ശേഷം അത് പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കാം. ഇത് നല്ലതാണ്, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇന്ന് ഈ വഴിയിലൂടെ ഇത്തരം ടാബ്ലോകളോ ഇത്തരം പ്രോഗ്രാമുകളോ അരങ്ങേറുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അനുഭവത്തിന്, ഈ പീഡയ്ക്ക് യേശു നിങ്ങളെ വിളിച്ചാൽ അന്ന് സന്നദ്ധരായിരിക്കണം. നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ, നിനക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ എനിക്കൊരവസരം തരുമെങ്കിൽ അങ്ങനെ പോകാൻ സന്നദ്ധതയുള്ളവരെ ഇന്ന് ഇവിടെ ഇരിക്കാൻ സാധിക്കൂ. ഈ വചനം കേൾക്കുന്നവർക്ക് അതിനെ സാധിക്കൂ. ക്രൈസ്തവമായ ഒരു പേര് നിങ്ങൾക്കുണ്ടെങ്കിൽ നാഥ നീ വിളിക്കുമ്പോൾ ത്യാഗിയായി നിനക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ ഞാനിതാ എന്നെ ആത്മസമർപ്പണം ചെയ്യുന്നു എന്ന് പറയുന്ന ഇടത്താണ് ഈ ദുഃഖവെളി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഗുഡ് ഫ്രൈഡേയുടെ ശക്തി നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഉയർപ്പിൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് നിൽക്കുന്നത് ക്രൂശ് സഹിക്കാനുള്ള നമ്മുടെ ആ മനസ്സിൻ്റെ ആ അതിമഹത്തായ സമർപ്പണത്തിലാണ്. ആ ക്രൂശിനെ കരങ്ങളിലെടുക്കാതെ, ആ ക്രൂശിനെ സ്വീകരിക്കാത്ത അനുകരണങ്ങളിലല്ല ക്രൂശിൻ്റെ ശക്തി ഇരിക്കുന്നത്. ക്രൂശിൻ്റെ ശക്തി ആത്മസമർപ്പണത്തിലാണ്, അത് ഗ്രഹാം സെയിൽസിലാണ്, ഇതുപോലെ വധിക്കപ്പെട്ട നൂറുകണക്കിന് ദൈവദാസന്മാരിലാണ്. നിങ്ങൾക്കറിയണ്ടേ, അങ്ങ് കുറേ നാളുകൾക്കപ്പുറത്ത് സ്റ്റാൻസ്വാമി എന്നറിയപ്പെടുന്ന ഒരു ദൈവദാസൻ ഇതുപോലെ ഛത്തീസ്ഗഡിലെ ഒരു ജയിലിൽ കിടന്നു. അദ്ദേഹം ഒരു കത്തോലിക്ക സുവിശേഷകനാണ്, കത്തോലിക്ക പുരോഹിതനാണ്, ധ്യാന ചിത്തനായി ജീവിച്ചു പോരുന്ന ഒരു കപ്പൂച്ചിയൻ പിതാവാണ്. ആ സ്ഥലത്ത് ഇങ്ങനെ അദ്ദേഹത്തെ ജയിലിലടച്ചു. ജയിലിലടയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ മീതെ ചുമത്തിയ കുറ്റം അദ്ദേഹം മാവോയിസ്റ്റാണെന്നാണ്. മാവോയിസ്റ്റാണെന്ന കുറ്റം ചുമത്തി ജയിലിലിട്ട് വിചാരണ കൂടാതെ ദീർഘനാളുകൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗം പിടിച്ചു. പാർക്കിൻസൺസ് രോഗം പിടിച്ച ആളിന് ഈ ചായ എടുത്ത് കുടിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ആ ജയിലിൽ കിടന്നുകൊണ്ട് കെഞ്ചി, ഒരു സ്ട്രോ കിട്ടാൻ വേണ്ടി കെഞ്ചുകയാണ്. ചായ കുടിക്കാൻ, തണുത്ത വെള്ളം കുടിക്കാൻ കഴിയാതെ ആ ജയിലറയ്ക്കുള്ളിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. ക്രൂരമായി അദ്ദേഹം വധിക്കപ്പെട്ടു. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ 1600-ൽ പരം ദൈവത്തിൻ്റെ ദാസന്മാർ പലയിടങ്ങളിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് നമ്മൾ ഈ കൺവെൻഷനിലേക്ക് വരുമ്പോൾ ഒരു അരങ്ങുണ്ട് ഇവിടെ, ഒരു സന്തോഷമുണ്ട് ഇവിടെ. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വേണ്ടതിലധികം ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമശിഷ്ടങ്ങൾ വിചാരണ കൂടാതെ 1600 ആളുകൾ ഇന്ത്യയുടെ പല ജയിലുകളിൽ മതപരിവർത്തന കുറ്റം ചുമത്തി കിടക്കുമ്പോൾ വിശ്വാസത്താൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഉള്ളത്തിൽ പറയാൻ സാധിക്കണം, നിങ്ങൾ തനിച്ചല്ല,
പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ, ആരാധിക്കുന്ന ഞങ്ങൾ, ക്രിസ്തു ചൈതന്യമുള്ള ഞങ്ങൾ, സുവിശേഷത്തെക്കുറിച്ച് ശുഷ്കാന്തിയുള്ള ഞങ്ങൾ ഇതാ ഇവിടെയുണ്ട്. നാളെ ഈ ക്രൂശ് വഹിക്കാൻ എനിക്കൊരു അവസരം തരുമെങ്കിൽ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു പറയാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ തിരഞ്ഞ ഇന്ന് രാത്രിയിലെ ഈ സന്ദേശം, ഹല്ലേലൂയ, അവർക്ക് വേണ്ടിയാ ഈ പ്രസംഗം. ഈ ക്രൂശിനെ അക്ഷരാർത്ഥത്തിൽ ചുമക്കണം. അത് കേൾക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നവരുടെ മാർഗമല്ല. ഈ ക്രൂശിനെ കുറിച്ച് കേട്ടിട്ട് ഉറപ്പോടെ നിൽക്കാൻ കഴിയുന്നവരാണ് യേശുവിന്റെ അനുഗാമികൾ. നിനക്കത് ഭവിക്കരുതേ എന്ന് പറയുന്ന പത്രോസിന്റെ കൂടെയല്ല ക്രിസ്തു പറയുക, ദൈവത്തിന്റെ ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഹല്ലേലൂയ. ഞാൻ അടുത്ത കാലത്ത് ഒരു സമുദായ നേതാവ് പറഞ്ഞ ഒരു വാക്കിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൺവെൻഷന് പറഞ്ഞു വരികയാണ്. പെന്തക്കോസ്ത് സഭകൾ പണം മുടക്കി ആളുകളെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു, മറ്റ് ക്രിസ്ത്യാനികളെയും ഇതിനകത്ത് ആക്കി തീർക്കുന്നു. നമ്മളൊരു പൊതുശല്യമായിട്ടാണ് ആളുകൾ കണക്ക് കൂട്ടുന്നത്. ശ്രമിക്കണം. നമ്മളൊരു പൊതുശല്യമായി സമൂഹത്തിന് മുഴുവൻ തോന്നുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ശല്യമാണെന്ന് തോന്നുന്നത്? ഈ യോഗം 9-9:30 പരമാവധി ഈ ശബ്ദം ഇവിടെ നിൽക്കും. നാളെയും ഒരു 6 മണിയോടെ ആരംഭിച്ച് 9:15 10 വരെ പോകാനാ സർക്കാർ അനുമതി. ഞങ്ങളൊരു 1/4 മണിക്കൂർ മുമ്പ് നിർത്തും. ഇവിടെ തമ്മിൽ തല്ലില്ല, ചിന്തിക്കടയിലെ ബഹളമില്ല, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകമ്പോളങ്ങളിൽ ജനത്തിരക്കില്ല. മറ്റൊരു കാര്യം, ഇങ്ങനെ ശാന്തമായി പ്രസംഗിച്ച് പാട്ടുപാടിപ്പോകുന്ന ഞങ്ങളുടെ ശബ്ദം കൂടുതലാണെന്നെങ്കിലും ഒരു കുറ്റം പറയാത്ത മനുഷ്യരില്ല. കുട്ടികൾക്ക് പഠിക്കണം, പലതരം കുറ്റങ്ങൾ ആളുകൾ പറയാറുണ്ട്. അത് ശബ്ദം കൂടിയിട്ടല്ല, ശബ്ദം കൂടുന്ന എത്ര പ്രോഗ്രാമുകളുണ്ട്. അതൊന്നും നിശ്ചലമാക്കാൻ ആർക്കും കഴിയില്ല. അതൊക്കെ കണ്ടിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രോഗ്രാമുകൾ കണ്ടിട്ടും 10 മണിക്ക് പ്രസംഗം തുടങ്ങുന്ന മതവിഭാഗങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതും ഹോൺ വെച്ച് കെട്ടി തന്നെ ചെയ്യുന്നുണ്ട്, നിരോധിക്കപ്പെട്ട ഹോണുകൾ ഉപയോഗിച്ച് തന്നെ. പക്ഷെ ഞങ്ങൾ നിയമം ലംഘിക്കാറില്ല, നിയമാനുസൃതമേ പ്രവർത്തിക്കൂ. ഒരു കാര്യം പൊതുസമൂഹത്തോട് പറയട്ടെ, കുമ്പനാടുള്ള ഞങ്ങളുടെ കൺവെൻഷൻ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷന് 100 വയസ്സ് കഴിഞ്ഞു. പുനലൂരുള്ള അസംബ്ലീസ് കൂടിൻ്റെ കൺവെൻഷന് 100 വയസ്സ് കഴിഞ്ഞു, അതിലേറെ കാലമായി. പിന്നെയും മുളക്കുഴയുള്ള കൺവെൻഷൻ, ഇത് 100 കൊല്ലം കഴിഞ്ഞു. പെന്തക്കോസ്ത് സഭകൾ കേരളത്തിലെ കൺവെൻഷനുകളുടെയും പൊതുയോഗങ്ങളുടെയൊക്കെ പ്രായം 1 നൂറ്റാണ്ടാണ്. 1 നൂറ്റാണ്ട് മുമ്പ് ഈ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കൂടിയാൽ 500 പേര് 1000 പേരൊക്കെയാണ് കൂടുന്നത്. ഓലപ്പന്തലിൽ അതിനുള്ളിൽ ആളുകൾ പെട്രോൾ മാക്സുമൊക്കെ ആയിട്ട് വന്നിരിക്കും. ചൂട്ടുകട്ട കെട്ടി വീട്ടിലേക്ക് പോകും. ആഴ്ചകൾ താമസിക്കേണ്ടി വരുമ്പോൾ വീട്ടിൽ നിന്ന് പിക്കിൾസൊക്കെ ഉണ്ടാക്കി, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി അടുത്തടുത്ത വീടുകളിൽ പാർത്ത് അവർ വന്നിരുന്ന് വചനം കേൾക്കും. മൈക്കുമൊക്കെ സർവ്വസാധാരണമല്ലാതിരുന്ന കാലത്ത് അന്നത്തെ നോട്ടീസിൽ മൈക്കുണ്ടായിരിക്കുന്നതാണ് ഇന്ന് NB എന്നെഴുതിയിട്ട് ഇടുന്ന അനുഭവമുണ്ടായിരുന്നു. ഇന്ന് ഫേസ്ബുക്കിലൊക്കെ അത്തരം നോട്ടീസുകൾ പ്രചരിക്കുമ്പോൾ ആധുനികരായി നമുക്ക് ഒരു അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ ആയിരുന്നോ കാലം, അങ്ങനെയൊക്കെ ആയിരുന്നോ? പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഇന്ന് നോക്കണം, ഈ 1000 പേര് അല്ലെങ്കിൽ 5000 പേരൊക്കെ അന്ന് കൂടിയിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയാതെ ലക്ഷങ്ങളിലേക്ക് അംഗസംഖ്യ വളർന്നു, ലക്ഷക്കണക്കിലേക്ക് അംഗസംഖ്യ വളർന്നു. ഇനി പുനലൂരിൽ ആ കൺവെൻഷൻ നടത്താൻ സ്ഥലമില്ലാതെ അവരിങ്ങ് അടൂര് വന്നിട്ട് 10-30 ഏക്കർ സ്ഥലം വാങ്ങി ഹെഡ്ക്വാർട്ടറും കൺവെൻഷൻ ഗ്രൗണ്ടും ആളുകൾക്ക് വസിക്കാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ആരൊക്കെ ഇവിടെ പരിഹസിച്ചാലും പാതാള ഗോപുരങ്ങളെ ജയിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ സഭ ശാന്തഗംഭീരമായി വളർന്നുകൊണ്ടിരിക്കും. ആർക്കും അതിനെ നുള്ളി നശിപ്പിച്ച് കളവാൻ കഴിയില്ല. കാരണം നട്ടവനും നനച്ചവനും ഏതുമില്ല, വളുമാറാക്കുന്ന ദൈവം. ആ ദൈവമാണ് കഴിഞ്ഞ 10-40-50 കൊല്ലങ്ങൾ ഈ പ്രസ്ഥാനത്തെയും ഈ ദേശത്ത് നിർത്തിയത്. ഈ നഗരത്തിൻ്റെ ഹൃദയഭൂമിയിൽ വിശുദ്ധന്മാർക്കിരുന്ന് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ കഴിയും വിധം ഇങ്ങനെ ഒരു സൗകര്യം നൽകിക്കൊടുത്തത് ആ മഹാദൈവത്തിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് ഈ പ്രഥമ ദിവസത്തെ കൺവെൻഷനിൽ വന്നണഞ്ഞ പ്രിയപ്പെട്ടവരെ ഓർത്ത്, പാട്ടുപാടുന്ന യൗവനക്കാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ക്രൂശിൻ്റെ അതിമഹത്തായ ആ സന്ദേശത്തെ ഹൃദയത്തിൽ നിൽക്കുന്നിടത്തോളം ഒപ്പം ആ ക്രൂശ് ചുമക്കാൻ കൂടിയുള്ള സന്നദ്ധക്കൊട്ടും ഇടിവ് തട്ടാതെ മുമ്പോട്ട് പോകാൻ ഈ വചനം കേൾക്കുന്നവർക്ക് കഴിയട്ടെ. അനുബന്ധമായൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തണം പ്രിയരെ.
ഞാൻ പറഞ്ഞു പെന്തക്കോസ്ത് കൺവെൻഷനുകളുടെ പ്രായം 100 വയസ്സാണ്. പക്ഷെ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട ഭരണകൂടത്തോട് പൊതുജനങ്ങളോട് ഞാൻ ചോദിക്കുക, ഈ 100 കൊല്ലത്തെ കൺവെൻഷൻ്റെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട പോലീസിന് ഞങ്ങളുടെ യോഗങ്ങളിൽ നിന്നൊരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ഒരു പെറ്റി കേസ്. ആന വിരണ്ട കഥ, വെടിക്കെട്ട് അപകടം, ആൾത്തിരക്കിൽ കുട്ടി മരിച്ച സംഭവം, സമൂഹവിരുദ്ധരുടെ കയ്യേറ്റം, ചിന്തിക്കടയിലെ അടി, വ്യാജമദ്യത്തിൻ്റെ വിൽപ്പന, ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യം. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പരിമിതികളും കുറവുകളും മനുഷ്യരെന്ന നിലയിൽ ഞങ്ങൾക്കുമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആർക്കും തടയിടാൻ കഴിയാത്തതാ. ഒരു കാര്യം ഉറപ്പാ, എവിടെയൊക്കെ എതിർപ്പ് വരുന്നോ അവിടെയൊക്കെ അതിവേഗം ദൈവത്തിൻ്റെ സഭ വളരും, അതിശീഘ്രം വളരും. ആർക്കും അതിൻ്റെ മഹാപ്രവാഹത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന ഉറപ്പിൽ വേണം ഇന്നിവിടം വിട്ടുപോകാൻ. അപ്പോഴാണ് ചിലരൊക്കെ പറയുന്നത് നമ്മൾ ഈ പണം കൊടുത്താണ് മതപരിവർത്തനം നടത്തുന്നത്. വലിയ തമാശയാണ്. ഞാൻ മുമ്പ് വരുമ്പം വിടുന്ന പാസ്റ്ററല്ലേ, അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പഴയതിനായ ഷൈൻ അതേയുള്ള കാലത്താണ് വരുന്നത്. അതേ നമുക്കൊരു നഷ്ടമാണ്, പക്ഷെ സ്വർഗത്തിൽ അതൊരു ലാഭമാണ് അല്ലേ? വേദനയെ കവിയുന്നൊരാനന്ദം നമുക്കുണ്ട്. പത്തിന് മാത്രമുള്ള സവിശേഷതയാണ്. അപ്പോൾ ഞാനിവിടേക്ക് വരാനുള്ളൊരു വഴി ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോൺസനാണ്, ബോബി എന്ന് ഞങ്ങൾ വിളിക്കും. അദ്ദേഹം ഇപ്പോൾ വന്നിട്ടുണ്ട്, കണ്ടു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തുള്ള IPC ചർച്ചിൽ 3 റൗണ്ട് വന്നിട്ടുണ്ട്. അടുത്തുള്ള ഇതര സഭകളിലൊക്കെ ഞാൻ ധാരാളം വന്നിട്ടുണ്ട്. സന്തോഷമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ ചേർത്തൊന്ന് പൂരിപ്പിക്കട്ടെ. ഈ മതപരിവർത്തനം നടത്തി എന്ന് പറയുമ്പോൾ നമ്മളൊരു മറുപടി തിരിച്ചു പറയും, ഇത് മതപരിവർത്തനമല്ല, പിന്നെ അതിനൊന്നും വലിയ കഴമ്പില്ല. നിങ്ങൾ സ്കൂളിൽ രജിസ്റ്റർ കുട്ടികളുടെ പേരിനകത്ത് മതം ചോദിക്കുമ്പോൾ ഞങ്ങൾ മതമല്ല മനസ്സാണ് പരിവർത്തനം ചെയ്ത് എഴുതുമോ? രക്ഷയില്ല. മതമുണ്ട്. പക്ഷെ ഇതൊരു മതമല്ലെന്ന് നമുക്ക് പറയാം. മതമല്ലെന്ന് പറയാൻ കാരണം എന്താ? ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിൻ്റെ മാർഗ്ഗം ഒരു മതമല്ല. കാരണം മതത്തിന് ചില ആചാരങ്ങളുണ്ട്. നമുക്ക് വല്ല ആചാരമുണ്ടോ? ഇല്ലന്ന്. മതത്തിനൊരു പുണ്യസ്ഥലമുണ്ട് അല്ലേ? നമുക്ക് വല്ല പുണ്യസ്ഥലമുണ്ടോ? ഈ പറവട്ടാനി യെറുസലേമും ഗോൽഗോഥായും നമുക്കൊരുപോലല്ലേ? അല്ലേ? നമുക്ക് ഹോളി ലാൻഡൊന്നുമില്ല. ഹോളി ലാൻഡെന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ ബൈബിൾ എന്താ പറഞ്ഞേ? ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതും നമ്മുടെ കർത്താവ് മരിച്ചു കിടന്നതുമായ സ്ഥലം അതെങ്ങനെ ഹോളി ലാൻഡാകുന്നേ? ഹോളി ലാൻഡാണോ? അല്ല. അപ്പോൾ എല്ലാ മതങ്ങൾക്കും ഒരു നിറം, ഏതെങ്കിലും ഒരു കൊടിക്കൂറയിൽ ആ നിറം കാണും. ആ നിറമുണ്ട്. നമുക്കങ്ങനെ ഒരു കൊടിക്കൂറയില്ല, ഒരു നിറമില്ല. നമുക്ക് അതുപോലൊരു സ്ഥലമില്ല, പുണ്യസ്ഥലമില്ല. ഒരു ദിവസവും സുപ്രധാനമല്ല, ഒരു ദിവസത്തിലെ ഒരു സമയം സുപ്രധാനമല്ല. ചുരുക്കി പറഞ്ഞാൽ ലോകത്തേതെങ്കിലും ഒരു സ്ഥലത്തോടോ ഏതെങ്കിലും ഒരു നിറത്തോടോ ഏതെങ്കിലും ഒരു കൊടിക്കൂറയോടോ ഒരു പുണ്യസ്ഥലത്തോടോ പ്രത്യേകിച്ചൊരു കടപ്പാടും ഒരു വിധേയത്വമില്ലാത്ത വേറിട്ടൊരു കൂട്ടമാണ് പെന്തക്കോസ്ത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് മതമല്ല. എന്നാലും സർക്കാർ സമൂഹം മതമാണെന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ, സാങ്കേതികമായിട്ട് സമ്മതിച്ചു. അല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് മതം മാറരുതെന്ന് പറഞ്ഞേ? എനിക്കറിയില്ല. മതം മാറരുത് എന്ന് പറഞ്ഞൊരു വകുപ്പും ഭരണഘടനയിലില്ല. അത് പൗരൻ്റെ മൗലിക അവകാശത്തിനെതിരെ അങ്ങനെ ഒരു നിയമം വന്നാൽ. പക്ഷെ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തേ? അതങ്ങ് കൊണ്ടുവന്നാൽ പോരെ. അതെന്താ കൊണ്ടുവരാത്തേ? ഞാൻ എന്തൊരു ലൈവിൽ അത് ചോദിക്കുന്നുണ്ട്. ഇത്രയും സ്വാധീനമുള്ള ഭരണകൂടം എന്തുകൊണ്ട് മതം മാറ്റം ഇതിനാൽ ശാശ്വതമായി നിരോധിച്ചിരിക്കുന്നു? അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ജയലളിതയും മറ്റുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പിന്നെ ശേഷം ക്ഷമിക്കണം ഇത് പറയുന്നത്, പുരട്ചി തലൈവി ജയലളിത ഇത്തരമൊരു നിയമം കൊണ്ടുവന്ന ശേഷം AIDMK ക്ലച്ച് പിടിച്ച ചരിത്രമില്ല. അതുകൊണ്ടാണ് അതിനാണ് ഞാൻ പറഞ്ഞതൊന്ന് കൊണ്ടുപോകാന്നേ. ഇത് കൊണ്ടുവന്നിട്ട് വേണം അതിൻ്റെ ചില ഇമ്പാക്റ്റുകൾ സമൂഹം ഒന്ന് മനസ്സിലാക്കട്ടെ. ഇനി ഇത് കൊണ്ടുവന്നു ഓർത്ത് ഞങ്ങളുടെ ജോലി ചെയ്യാതിരിക്കില്ല. അതിൻ്റെ കാരണം പറയാം.
ഈ രാജ്യത്തിലെ ഏത് നിയമവും ഞങ്ങൾ പാലിക്കും. ഒറ്റ കാര്യമൊഴിച്ച്, ഒറ്റ കാര്യം. അനുബന്ധ കാര്യം ചിലതുണ്ട്. എന്താണെന്നറിയണ്ടേ? ഈ രാജ്യത്തെ ഭരണകൂടത്തെ ബഹുമാനിക്കും, നികുതി കൊടുക്കും, വോട്ട് ചെയ്യും, ഇതെല്ലാം ചെയ്യും. പക്ഷെ ഒരു കാര്യം, ഏകസത്യ ദൈവമായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും വിശ്വസിക്കാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെയും അടിയറ വെക്കാൻ തയ്യാറില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ അറിയുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സന്ദേശം ലോകത്തെവിടെയും പകലുള്ളിടത്തോളം അകച്ചവൻ്റെ വേല ചെയ്യാൻ, രാത്രി കഴിയാറായി പകൽ ഏറ്റവും അടുത്ത ഘട്ടത്തിൽ ആ രാത്രിയിലും പ്രവർത്തിക്കാൻ ഞങ്ങളുടെ സന്നദ്ധത എവിടെയും അടിയറ വെക്കില്ല. അത് സത്യം, സത്യം, സത്യം. അപ്പോൾ ശിക്ഷ വരുമെന്ന്. അങ്ങനെ വരുമ്പോൾ നിയമലംഘനം ഒരു തെറ്റല്ല. എവിടെന്നറിയണ്ടേ? ഗാന്ധിജിയൊക്കെ നിയമലംഘന പ്രക്ഷോഭം നടത്തിയവരാ. നിയമം കടുകട്ടിയായി മാറുമ്പോൾ, ഭരണകൂട അപ്പാർത്തീഡുകൾ വരുമ്പോൾ നിയമലംഘനം എന്നൊന്നുണ്ട്. അവിടെ മാത്രമേ ഞങ്ങളത് പുറത്തെടുക്കൂ. ലംഘിക്കണമെന്ന് ഓർത്തല്ലെന്നേ, ഇത് ഞങ്ങളുടെ ജോലിയാണ്. കാരണം മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നത് വിഹിതം. ഹല്ലേലൂയ. മനുഷ്യരുടെ ശബ്ദത്തെക്കാൾ ദൈവത്തിൻ്റെ ശബ്ദം അനുസരിക്കണമെന്നത് വിഹിതം. ആമേൻ, സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഈ മതപരിവർത്തനത്തെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ. ഇവിടെ ഈ പണം കൊടുത്ത് പണം കിട്ടിയൊക്കെയാ ആളുകൾ വിശ്വാസത്തിൽ വരുന്നുള്ളത് സാറുമാരെ തെറ്റായൊരു ധാരണയാണ്. നിങ്ങൾക്കറിയാത്തൊരു രഹസ്യം പറയാം. പണം കൊടുക്കില്ല, ഒരല്പം പണം ഇങ്ങോട്ട് വരുന്നവനിൽ നിന്ന് നമ്മൾ മേടിക്കാറുണ്ട്. ഇത്ര നാളായിട്ട് ഈ ജിയോ പാഷ സത്യം പറഞ്ഞില്ല. ഞാനൊരു പാവം മനുഷ്യനായത് പറഞ്ഞതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ഈ കൺവെൻഷൻ നടക്കണ്ടേ? നിങ്ങൾ കണ്ടോ, ഞങ്ങൾ കൺവെൻഷൻ നടത്തുമ്പോൾ വഴിയിലിറങ്ങി നിന്ന് പിരിക്കുകയാണോ വണ്ടിയെല്ലാം തടഞ്ഞ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ വഴിയിലിറങ്ങി നിന്ന് പോകുന്ന കാറും വണ്ടിയെല്ലാം തടഞ്ഞിട്ടേ നിർബന്ധത്തിനല്ലേ വരുന്നവൻ്റെ തലയടിച്ച് പൊട്ടിക്ക്. ഈ പണിയൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങളുടെ ആളുകൾ അധ്വാനിച്ച് പണിയെടുത്ത് കഷ്ടപ്പെട്ട് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി നിർബന്ധിച്ചല്ല, സന്തോഷത്തോടെ ഇവിടെ കൊണ്ടുവരും. അത് പറയുന്നും വേണ്ട. ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കണം, ഈ ശബ്ദം കേൾക്കുന്നതേ, ഈ ലൈറ്റ് കാണുന്നതേ, ഈ മൈക്ക്, ഇതെല്ലാം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മനഃപൂർവ്വമായ സന്തോഷത്തിൻ്റെ ഒരളവിൽ നിന്ന് ഈ സംസാരിക്കുന്നത്. ഞങ്ങൾ ആരോടും ഭൂലോകത്ത് മറ്റു മനുഷ്യരോട് ആ വിധത്തിൽ കടപ്പെട്ടിട്ടില്ല. പുറത്തു പോയിട്ട് ആരോടും അങ്ങനെ പണം വാങ്ങുന്ന ഏർപ്പാടില്ല. ഞങ്ങൾക്കിടയിലെ നമ്മുടെ സഹോദരങ്ങൾ അധ്വാനിച്ച് കണ്ടെത്തുന്ന നന്മയ്ക്കപ്പുറത്തൊന്നുമില്ല. ഇനിയും ഞാൻ പറഞ്ഞു, ഒരാൾ വിശ്വാസം സ്വീകരിച്ചു വരുമ്പോൾ അല്പം പണം കിട്ടുമെന്നത് എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ? നമ്മൾ ഈ സ്നാനപ്പെടുത്തിയൊക്കെ കഴിയുമ്പോൾ ഈ സ്നാനപ്പെട്ടവൻ ഒരല്പം ചില്ലറ നമ്മുടെ പോക്കറ്റിലിടും. ശരിയല്ലേ? വണ്ടിക്കൂലിയാണ് അവിടെ നിന്ന് കറങ്ങാതിരിക്കാൻ. നിങ്ങളോട് ആരോടും ഇന്നുവരെ ഈ ജിയോ പാസ് പറയാൻ എന്താണെന്ന് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണല്ലേ, എന്നിട്ട് ഈ സത്യം പറഞ്ഞില്ലല്ലേ? പാസ് എടുത്തിട്ട് ഈ സത്യം പറഞ്ഞോ ഇതുവരെ? അതെല്ലാം മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് മിണ്ടായിരിക്കുക. സമർപ്പിച്ച പാസക്കയിലും പറയാമായിരുന്നു അല്ലേ? സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പോക്കറ്റിൽ പോയി ചില്ലറ ഇട്ട് തരും. അതുകൊണ്ട് പണം കൊടുത്ത് ആരെയും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇത് പറയാനൊരു കാരണം എന്നെ പ്രേരിപ്പിക്കുന്നത് ഒരു വലിയൊരു അനുഭവമാണ്. തിരുനെൽവേലിയിൽ നിന്നും പണ്ട് യേശു അടിയാർ എന്നു പേരുള്ള ഒരു സുവിശേഷകൻ ഹൈറേഞ്ചിൻ്റെ തോവാള എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷം പറയാൻ പോയി. അവിടെ ഒരു പാവം ദലിത് സ്ത്രീ വിശ്വാസം സ്വീകരിച്ചു വന്നു. ആ സ്ത്രീയുടെ കുടുംബത്തിന് വലിയ സന്തോഷമായി. അവരുടെ പേര് തന്നെ ഒരു സവിശേഷതയുള്ള പേരാണ്, മാടത്തി എന്ന് വിളിച്ചേ. കാരണം അവർക്കൊരു യജമാനനുണ്ട്, അടിമയാണ്. യജമാനൻ ഇട്ടുകൊടുത്ത പേരാ മാടത്തി. ഈ മാടത്തിയും കുടുംബവും പ്രാർത്ഥനയ്ക്ക് പോവും. രഹസ്യമായി പോയി പ്രാർത്ഥിച്ചൊക്കെ വരും. ജോലി ചെയ്യുകയും ചെയ്യണം, കടുകട്ടി പണി ചെയ്യണം. ഒരു യജമാനൻ്റെ അടിമയാണ്. വർഷങ്ങൾക്കപ്പുറത്താണ്. ചില ദിവസങ്ങളായിട്ട് അവരെ ജോലിക്ക് കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇയാൾ പ്രാർത്ഥനയും കൂട്ടുമൊക്കെ ആയിട്ട് നടക്കുന്ന കണ്ടു. ഇനി അതിൻ്റെ തിരക്കിലായിരിക്കും. യജമാനൻ ആളയച്ചു വരുത്തി ഇവിടെ വരാൻ പറഞ്ഞു. വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സഹോദരി പൂർണ്ണ ഗർഭവതിയാണ്. ആ പ്രസവകാലം എടുത്തപ്പോൾ എടുത്തുപോയൊരവധിയാണ്. അപ്പോൾ പറഞ്ഞു, യജമാ, അടിയന് യോഗത്തിനും കൂട്ടായ്മയ്ക്കും പോയല്ല സമയം പോയത്, മറിച്ച് ഞാൻ ഈ ഒരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു, നീ കഴിഞ്ഞ ആഴ്ചയിൽ പള്ളിയിൽ പോയോ? പോയി. പാട്ടുപാടിയോ? പാടി. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. അപ്പോൾ നിനക്ക് പണിക്ക് വരാൻ എന്ത് തടസ്സം? എടി, അവിടെ വരെ പോകാമെങ്കിൽ ഇവിടെ വന്ന് ഈ ജോലി ചെയ്യാൻ എന്താ തടസ്സം?
വീണ്ടും വീണ്ടും പറഞ്ഞു ഇതാ കാര്യം. സാരമില്ല, ഇറങ്ങിങ്ങോട്ട് ഇറക്കി, വയലിലിറക്കി ഈ പൂർണ്ണ ഗർഭവതിയായ സ്ത്രീയുടെ കഴുത്തിലേക്ക് മുഖമെടുത്തു വച്ചു. ഇത് ഞാൻ വെറുതെ പറയുന്ന കെട്ടുകഥയല്ല. DC ബുക്സ് പുറത്തിറക്കിയ കഴിഞ്ഞ വർഷത്തെ സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ ഏതാണ്ട് 10 പതിപ്പുകൾ പുറത്തിറക്കിയ ഡോക്ടർ വിനിൽ പോളിൻ്റെ പുസ്തകത്തിലെ കാര്യങ്ങളായി പറയുന്നേ. അപ്പോൾ ഇയാൾ അപ്പുറത്തൊരു പോത്തിനെയാണ് നിർത്തിയിരിക്കുന്നത്. മുഖത്തിൻ്റെ ഒരു ഭാഗം പോത്തിൽ, ഒരു ഭാഗം മാടത്തി എന്ന പാവം സ്ത്രീയിൽ ഈ പോത്തിനെ അടിക്കാൻ ഒരാളെ ഇറക്കി. അപ്പുറത്ത് അവിടെ ഹസ്ബൻഡുണ്ട്, ഇപ്പുറത്ത് സഹോദരൻ നിപ്പുണ്ട്. ഈ യേശു അടിയാർ എന്ന് പറയുന്ന ആൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക സുവിശേഷകൻ ഈ കാഴ്ച. അപ്പോൾ ഈ പോത്തിനിട്ട് തല്ലുമ്പോൾ പോത്ത് ഓടും. ഓടുന്ന വേഗതയിൽ മാടത്തിക്ക് ഓടണം. അവരുടെ മുട്ടുവരെയുള്ള ഭാഗം വെള്ളത്തിലാണ്. അതുവഴി ഓടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ഓർക്കണം. പൂർണ്ണ ഗർഭിണിയാണ്. കുറേ ദൂരം ഈ അടി കൊടുത്ത് പോത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ പാവം സ്ത്രീ മുടി. ഈ ഓട്ടത്തിൽ അവർ പ്രസവചേഷ്ടകൾ കാണിച്ചു. കണ്ണീര് വന്നു, ഉച്ചത്തിൽ അലറി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ സ്ത്രീ ആ ചെളിവെള്ളത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ചോരക്കുഞ്ഞ് ചെളിവെള്ളത്തിൽ വീണ് അത് ഒന്നിരണ്ട് തവണ മുങ്ങിപ്പൊങ്ങി പ്രാണൻ പിടഞ്ഞ് അവിടെ വീഴുമ്പോൾ മുലയൂട്ടാൻ പോലും ത്രാണിയില്ലാതെ എടുത്തൊന്ന് പൊക്കാൻ പോലും കഴിയാതെ മാടത്തി അലറി വിളിച്ച് ഒടുക്കം അവളും ആ വെള്ളത്തിൽ വീണും മരിച്ചു. എന്തിനാ ഇത് പറഞ്ഞെന്നറിയണ്ടേ? ഇങ്ങനെ ത്യാഗം സഹിച്ച് വിലയ്ക്ക് വാങ്ങിയ ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ വന്നേ. ഇത് പണം കണ്ടല്ല, ഭൗതികം കണ്ടല്ല, വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ തീവ്രമായ ആ സമർപ്പണ ബോധത്തിലാ യേശുവിനെ അനുധാവനം ചെയ്യുന്നത്. അപ്പോൾ ക്രൂശ് മരണം, ക്രൂശീകരണം അത് കണ്ടറിഞ്ഞ് ഇറങ്ങി വന്ന നമുക്ക് പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ യേശുവിൻ്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചു. സ്തോത്രം. അപ്പോൾ പത്രോസിനെ സാത്താനെ എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഇവിടുന്നാണ് നമ്മുടെ ചിന്ത വളരേണ്ടത്. ഈ 17 അധ്യായം ആരംഭിക്കുമ്പോൾ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു അവരെ കൂട്ടിക്കൊണ്ട് ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇത് ഹെർമോന്യ മലയായിരുന്നു എന്നാണ്. ഹെർമോന്യ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. അതാണ് യുവാന്തര മല എന്ന് പിന്നെ അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2800ഓളം മീറ്റർ ഉയരത്തിലാണ് ഈ ഹെർമോന്യ മല. ഈ മലയുടെ മുകൾ വരെ 3 ആളുകൾക്കും യേശുവിനും നടക്കണം. അത് ചില്ലറ കാര്യമല്ല. ഒരു യോഗത്തിന് 1 കിലോമീറ്റർ നടക്കാൻ ബുദ്ധിമുട്ടുന്ന നമ്മളെ ഈ 2000 മീറ്റർ 2800 മീറ്റർ അത്രയും ദൂരം നടന്ന് ചെങ്കുത്തായ മലയുടെ മുകളിൽ വരണമെന്ന്. വാ, എന്തിനു വേദിനും വിളിക്കുന്ന പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ. ശേഷം ശിഷ്യന്മാർക്ക് മനസ്സിലായി വലിയ ഔദ്യോഗിക ചുമതല കിട്ടാഞ്ഞ നന്നായി. കാരണം ഈ മലയിലൊക്കെ കയറണം. അവർ വോട്ട് പറയട്ടെ, ബാക്കി ആളുകൾ താഴെ നിൽക്കുക. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, പത്രോസ് എന്ന മനുഷ്യൻ മടിച്ചല്ല കയറുന്നേ. യേശു എവിടെ പോയാലും കൂടെ പോകാൻ ഇഷ്ടമുള്ള ആളാ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബ്. ഇവർ ഒരുമിച്ച് കയറുക. ആ മലമുകളിൽ ചൊല്ലുമ്പോൾ ഒരു കാഴ്ച. രൂപാന്തര ശരീരിയായി തേജസ്കരിക്കപ്പെട്ടവനായി യേശു അവരുടെ മുമ്പിൽ നിൽക്കുന്നു. വിശദീകരിക്കപ്പെടുന്ന ആ കാഴ്ചകൾ ഞാൻ പിന്നാലെ പറയാം. പക്ഷേ എൻ്റെ സന്തോഷം അതല്ല. ആ സന്തോഷം 6 ദിവസം കഴിഞ്ഞ് ഒരു 7-ാം ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ 6 ദിവസങ്ങൾ വിട്ട് 7-ാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു 6 ദിവസങ്ങളുണ്ട് ബൈബിളിലെ. സൃഷ്ടിപ്പിൻ്റെ ഒരു 6 ദിവസങ്ങൾ. സൃഷ്ടിപ്പിൻ്റെ 6 ദിവസങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ 6 ദിവസങ്ങളെക്കുറിച്ച് ആളുകൾക്ക് പലവിധ തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ മാറണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കാണും പോലെ അത് 24 hours ഉള്ള ഒരു ദിവസമല്ല. അടുത്തത് 24 hours ഉള്ള 2-ാം ദിവസമല്ല, 24 hours ഉള്ള 3-ാം ദിവസമല്ല. എന്താണ് ഇങ്ങനെ പറയുന്നതെന്നോ? ഇതൊക്കെയാ ഈ നിരീശ്വരന്മാർ കണക്ക് കൂട്ടി ഭൂമിയുടെ പ്രായമൊക്കെ അവരൊരു കണക്ക് കൂട്ടി എടുത്തിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കും. ഭൂമി ഉണ്ടായിട്ട് ഇത്ര വർഷമായുള്ളൂ. ആ ബൈബിളിലെ കണക്കനുസരിച്ച് 6000 വർഷമേ ആയുള്ളൂ. ശ്രദ്ധിക്കണം, ഈ പറയുന്ന ഭാഗം ശ്രദ്ധയോടെ കേട്ടിരിക്കണം. സന്തോഷമല്ലേ? പറയാം.
ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു. പിന്നെ അവൻ മരിച്ചു. ആദമിൻ്റെ 930 വയസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? ഒരു വയസ്സിൽ തുടങ്ങണമല്ലോ, അല്ലെ 930 വയസ്സെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദമിൻ്റെ 1 വയസ്സിൽ നിങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പരിചയപ്പെടുമ്പോൾ ആദമിന് 25, 26, 27 വയസ്സുണ്ട്. യൗവനക്കാരനാണ്. നമ്മുടെ കണക്കനുസരിച്ച് കല്യാണം കഴിക്കുന്നു, അതാ കാര്യം. അല്ല, 1 വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറയാൻ പറ്റുമോ? പ്രായമുണ്ട്, അത്ര ഉണ്ട്, യുവാവ. അപ്പോൾ എന്താണ് ഈ പ്രായം എന്ന് പറയാം. പ്രായം എന്ന് പറഞ്ഞാൽ കാലം നമ്മളെ ആക്രമിക്കുന്നതിനാണ് പ്രായം എന്ന് പറയുക. കാലം നമ്മളുടെ മീതെ ഒരു സ്വാധീനത വരുത്തുന്നു. 8, 10 വർഷം മുമ്പ് എന്നെ കണ്ട രൂപത്തിലല്ല നിങ്ങളിപ്പോൾ കാണുന്നത്. പ്രായത്തിൻ്റെ ആ പ്രവണതകൾ നിങ്ങളിലും എന്നിലും പരസ്പരം കാണാമെന്ന് കണ്ടവർക്ക്. പ്രായം കാലം ആക്രമിക്കുന്നില്ലെങ്കിൽ പ്രായമില്ല. ഒരാൾക്ക് പ്രായം കൂടാനുള്ള കാരണം, വയസ്സ് കൂടാനുള്ള കാരണം സ്ഥലം, കാലം, പദാർത്ഥം, 3 കാര്യങ്ങളാണ്. അപ്പം സ്ഥലവും കാലവും പദാർത്ഥവും സ്വാധീനിക്കുമ്പോഴാണ് നമുക്ക് പ്രായം കൂടുന്നത്. പക്ഷേ ഏദനിലെ ആദമിന് സ്ഥലം സ്വാധീനിക്കില്ല. കാരണം മോശപ്പെട്ടൊരു കാലാവസ്ഥ അവിടെ ഇല്ല. അത് സമ്പൂർണ്ണ അനുഗ്രഹത്തിൻ്റെതാണ്. മോശപ്പെട്ട പദാർത്ഥങ്ങളുടെ സ്വാധീനമില്ല. എല്ലാം തികഞ്ഞ ഭക്ഷണക്രമമാണ്. സകലതുമുള്ള മനോഹാരിതയുടെ ഏദന. അവിടെ വിഷവാതകം ശ്വസിക്കേണ്ടതില്ല. അവിടെ മനോഹരമായ ശ്വസന വ്യവസ്ഥയാണ്. അവിടെ കിട്ടുന്ന പദാർത്ഥങ്ങളെല്ലാം ഗുണപ്രദമാണ്. അവിടെ ദുഃഖത്തിന് ഹേതുവില്ല. പ്രഷർ വരാൻ, ഷുഗർ വരാൻ, ടെൻഷൻ വരാൻ, ഇതിനൊന്നുമുള്ള ഒരു സാധ്യതയുമില്ല. കണ്ണീരില്ലാത്ത, വേദനയില്ലാത്ത നിതാന്തമായ ഒരു നിത്യത. അവിടെ മരണത്തിനും പ്രസക്തിയില്ല. കാരണം എന്താ? മരിക്കാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, സന്താന പുഷ്ടിയുള്ളവനായി പെറ്റുപെരുകാൻ. നമുക്ക് എന്തിനാ പ്രായം കൂടുന്നത്? പ്രായം കൂടി ഒരു ദിവസം നമ്മൾ മരിക്കും. അങ്ങനെയെങ്കിൽ ഓരോ ബർത്ത്ഡേയും നമ്മളെ മരണത്തിലേക്ക് നയിക്കുക, മരണത്തോട് കുറെ കൂടി അടുക്കുക. അങ്ങനെ നമ്മൾ മരിക്കാനിടയാകുന്ന സാഹചര്യം എപ്പോഴുണ്ടായതാ? ഏക മനുഷ്യനാൽ പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. ഏക മനുഷ്യൻ്റെ ലംഘനത്താൽ, പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. അപ്പോൾ മുതൽ എന്ന് ആദം ഹവ്വമാർ പാപം ചെയ്തു, ഏദന് പുറത്തായി. അപ്പോൾ മുതലാണ് വയസ്സ് കണക്ക് കൂട്ടണ്ടേ. മനസ്സിലായോ? കാരണം ഈ ഭൂമിയുടെ ഈ കറക്കം വെച്ചാൽ നമ്മൾ 1 വർഷം കൂട്ടുന്നേ. അങ്ങനെയല്ലേ? ഭൂമി കറങ്ങുമ്പോൾ ഒരു ഭാഗത്ത് പകൽ, മറുഭാഗത്ത് രാത്രി. ഇങ്ങനെ കണക്ക് കൂട്ടുന്നെങ്കിൽ ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണം പറയുമ്പോൾ ആ വിവരണത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല. ഞാനിന്ന് ഇവിടെ നിന്നൊരു കാര്യം പറയുക, തൃശ്ശൂരിൽ നിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് അതിൻ്റെ വിശദീകരണം നിൽക്കൂ. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഭരണാധികാരി ഒരു ഉത്തരവിട്ടാൽ, രാഷ്ട്രപതി ഉത്തരവിട്ടാൽ ഇന്ത്യയിലുള്ളവർക്ക് ബാധകം. അപ്പോൾ സെൻറ്റർ ഓഫ് ദിസ് ഡിക്ലറേഷൻ, അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം, ഈ വാക്കിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥമാണ്, ഡൽഹിയാണ്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തിയിലെ വിശദീകരണം എടുക്കുക. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? ആകാശ സൃഷ്ടി, ഭൂമിയുടെ സൃഷ്ടി, നക്ഷത്രങ്ങളുടെ സൃഷ്ടി, സൂര്യൻ്റെ സൃഷ്ടി, ചന്ദ്രൻ്റെ സൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ അതിലെ ഒരു കാര്യം മാത്രമാണ് ഭൂമി. മനസ്സിലായോ? സൂര്യൻ പോലെ, ചന്ദ്രൻ പോലെ, നക്ഷത്രം പോലെ ഒരു ഗോളം മാത്രമാണ് ഭൂമി. അപ്പോൾ ഉണ്ടാകട്ടെ എന്ന ദൈവത്തിൻ്റെ കൽപ്പന, സൃഷ്ടിക്ക് ഹേതുവായ മൂലവസ്തു എന്ന വചനമില്ലേ, ആ വചനം ഭൂമിയിൽ നിന്നുകൊണ്ടാ കർത്താവ് പറഞ്ഞതെങ്കിൽ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, അതായത് നമ്മുടെ ദിവസം. ഇത് എണ്ണിയാലൊടുങ്ങാത്ത ദൈർഘ്യമുള്ള നമ്മുടെ സമയമായിട്ട് കണക്ക് കൂട്ടിയാൽ ദീർഘനാളുകൾ തന്നെയാണ് അവിടുത്തെ ഒരു ദിവസം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ മറ്റൊന്നുകൂടി, സന്ധ്യകുഷസമൊക്കെ ആ പ്രപഞ്ചത്തിലുണ്ട്. ക്രമം വേറെയാ. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. കുഞ്ഞാടതിൻ്റെ വിളക്കെന്നൊക്കെ പറഞ്ഞിട്ടേ അല്പം കഴിയുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ ദാസന്മാർ അവനെ രാപ്പകൽ ആരാധിച്ചു കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും ഒന്നും ഇല്ലെന്ന്, പക്ഷെ രാപ്പകലുണ്ടെന്ന്.
സൃഷ്ടിയുടെ മറ്റൊരു സംവിധാനമാണെന്നത്. വീണ്ടുമുണ്ട്, മാസത്തിൽ അതത് തരം ഫലം കായ്ക്കുന്ന 12 തരം വൃക്ഷങ്ങൾ അവിടെയും കാണാൻ പറ്റും. അപ്പോൾ സൂര്യനില്ലാതെ ചന്ദ്രനില്ലാതെ മറ്റൊരു സമയക്രമത്തിൻ്റെ വരാനിരിക്കുന്ന ഭൂമിയുടെ മറ്റൊരു പതിപ്പായിരുന്നു ഏദൻ. ആ ഏദനിലെ സമയക്രമം വേറെ, ഏദനിലെ പകലും രാവും വേറെ, ആ ലോകത്തിൻ്റെ സൃഷ്ടി സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം വേറെ. പിന്നെ മറ്റൊരു തെളിവ് തരാം. 6-ാം ദിവസം കഴിഞ്ഞു. 7-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. അതെന്താണെന്നറിയണ്ടേ? മറ്റ് ദിവസങ്ങളെക്കുറിച്ച് പറയുന്ന ഇടത്ത് പറഞ്ഞ വിലപിടിപ്പുള്ളൊരു കാര്യം അവിടെ ഇല്ല. എല്ലാ ദിവസവും പറയും സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. നിങ്ങളൊരു കാര്യം കേട്ടോ, സന്ധ്യയിലാണ് തുടങ്ങുന്നത്, രാവിലെയല്ല. നമ്മളൊക്കെ രാവിലെയാണ് തുടങ്ങുന്നെങ്കിൽ അവർക്ക് അവിടെ ദിവസം തുടങ്ങുന്നത് സന്ധ്യയ്ക്കാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. പക്ഷേ സന്ധ്യയായി ഉഷസ്സുമായി 7-ാം ദിവസം എന്ന് കാണിക്കാനാവില്ല. സന്ധ്യയില്ല, ഉഷസ്സുമില്ലാത്ത ഒരു 7-ാം ദിവസം കാണാം. അതിൻ്റെ അർത്ഥം എന്താ? അർത്ഥം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവത്തോടുകൂടെ മനുഷ്യനും ഒരുമിച്ച് കഴിയുന്ന ദൈവത്തിൻ്റെ കൂടാരം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം വരാനിരിക്കുന്ന ഒന്നാ. പണ്ട് ഏദനിൽ കിട്ടിയ ആ മനോഹാരിതയുടെ ഒരാവർത്തനം തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നു, ഒരു ശബത്തനുഭവം. അതിൻ്റെ നിഴലിലാ ഇസ്രായേൽ മക്കൾ ശബത്ത് ആചരിച്ചത്. ഇന്നും ഇസ്രായേൽ മക്കൾ ശബത്ത് ആചരിക്കുന്നുണ്ട്. നമ്മൾ ശബത്ത് ആചരിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ യേശു ശബത്ത് ആചരിക്കാൻ പഠിപ്പിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്കാരായ നമുക്ക്, ജൂതന്മാരല്ലാത്ത നമുക്ക് ശബത്താചരണം അപ്രസക്തമാകാൻ കാരണം വളരെ എളുപ്പമാണ്. ഈ ജൂതന്മാരുടെ ശബത്ത് അല്ലെ നമ്മുടെ ശനി സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ പകൽ അവന് രാത്രിയാണ്, നമ്മുടെ ദിവസം പോലും മാറി വരും. നമ്മൾ 1-ാം തീയതി അവന് 2-ാം തീയതിയാണ്. അപ്പോൾ ദൈവം 2 മണിക്കൂർ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നു, 2 തവണ സ്വസ്ഥമായിരുന്നു എന്ന് വെച്ചാൽ ശബത്തിലെ സഹോദരന്മാർ പിണങ്ങി പരിഭവിച്ചു പോകും. നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഈ മിക്ക ഡിബേറ്റുകൾക്ക് ഒരു ഗ്ലോബ് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ചില ഉദ്ദേശങ്ങൾക്ക് കൊണ്ടുവന്നാൽ അത് കൊണ്ടുപോയിട്ടൊക്കെ ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അതുമായിട്ടൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മുടെ എല്ലാം പ്രാർത്ഥന ഒരു സ്ഥലത്തേക്ക് തന്നെ കേന്ദ്രീകരിക്കാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യം ആ സ്ഥലത്തേക്ക് തന്നെ തിരിയാൻ, ആ വിധത്തിലാണ് ആലയമൊക്കെ പണിയുന്നത്, ഒരു സ്ഥലത്തേക്ക് മുഴുവൻ മനുഷ്യരും. അപ്പം ഞാൻ ഗ്ലോബ് എടുത്ത് വെച്ചിട്ട് ചോദിച്ചു, ഇതാ ഗ്ലോബ്, ഇവിടെ നിൽക്കുന്നവൻ്റെ തല ഇങ്ങോട്ട്, ഇവിടെ നിൽക്കുന്നവൻ്റെ ഇങ്ങോട്ട്, ഇവിടെ നിൽക്കുന്നവൻ ഇങ്ങോട്ട്, ഒരു ദിശയിലേക്ക് എങ്ങനെ നോക്കാം എന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. മനസ്സിലായോ? പിടികിട്ടിയോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു ദിശയിലേക്ക് നോക്കാൻ പറ്റില്ല. നമുക്കെല്ലാം ഇപ്പോൾ യെരൂശലേമിന് നേരെ തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഭോഷ്കില്ല. ഞാനിങ്ങനെ അങ്ങോട്ട് നോക്കും, സാഹിബ് ഭൂമിക്കടിയില്ല ഇപ്പം നമ്മുടെ വീക്ഷണത്തിൽ. മനസ്സിലായില്ലേ? അവൻ പറയല്ലല്ല, പറവട്ടാനുള്ള നിങ്ങൾ ആ ഭൂമിക്കടിയിലെന്ന്. എല്ലാം ശരിയാ. കാരണം ഈ ഉരുണ്ട കോളത്തിലേ ഇങ്ങോട്ട് നമ്മുടെ തല, അവൻ്റെ തല അങ്ങോട്ട്, ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇങ്ങോട്ട്, ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇങ്ങോട്ട്, അവൻ്റെ ആകാശം അങ്ങോട്ട്, നമ്മുടെ ആകാശം അങ്ങോട്ട്, ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇങ്ങോട്ട്. അവിടെ എല്ലാവരും യെരൂശലേമിന് നേരെ തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. ശബത്താചരിക്കാൻ പറഞ്ഞാലും പ്രാക്ടിക്കലല്ല. പറയാൻ കാരണം ഈ ഉരുണ്ട ഭൂമിയിലേ 6 മാസം പകലുള്ളതുകൊണ്ട് 6 മാസം രാത്രി ഉള്ളതുകൊണ്ട് ശനിയാഴ്ച എങ്ങനെ കണ്ടുപിടിക്കും? അന്നേരം ഊഹമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഇത് ആർത്ത് കൊടുത്ത നിയമ അവിടെ കൊടുത്തതാ, അവിടെ മാത്രം. മനസ്സിലായോ ദൈവമക്കൾക്ക്? കാര്യം മനസ്സിലായോ? ഇതിനാ ഞാൻ ഈ ഗ്ലോബൊക്കെ കൊണ്ടുപോകുന്നത്. പോട്ടെ, അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. 6 ദിവസം കഴിഞ്ഞ് ദൈവം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇത് കേട്ട ആൾ ചോദിക്കും, ഈ ജോലിയെല്ലാം കഴിഞ്ഞിരുന്നു നമ്മൾ കട്ടൻ ചായയൊക്കെ കുടിച്ച് വിശ്രമിക്കുന്നുവല്ല, എന്നല്ല. തൻ്റെ ജനത്തോടു കൂടെ സമയം സ്പെൻഡ് ചെയ്യുക ദൈവം. അതാത് കാര്യാദികൾക്ക് അനന്തരം വിശ്വ മനോഹാരിത മുഴുവൻ നിയമിച്ചാക്കിയിട്ടേ
തൻ്റെ സൃഷ്ടികളിൽ ദൈവമേറെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരോടൊത്ത് തൻ്റെ കൂടാരം, അവരുമായുള്ള തൻ്റെ സഹവാസം, ആ സഹവാസ ബന്ധം നഷ്ടപ്പെട്ടു പോയിടത്തെ ആ നഷ്ടപ്പെട്ട ബന്ധത്തിൻ്റെ ചങ്ങല വിളക്കിച്ചേർത്ത പ്രക്രിയ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. ആ ക്രൂശുമരണത്തെ ഹൃദയംഗമായി വിശ്വസിക്കാൻ ഉള്ള ആഹ്വാനത്തിൻ്റെ പേരാ സുവിശേഷം. ആ ആഹ്വാനം കിട്ടിയവൻ ആ വഴിയിലൂടെ സഞ്ചരിച്ച് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്കും ആ ശബത്തനുഭവത്തിലേക്ക് പ്രവേശിക്കാം. അതാ എബ്രായർ 4:1 പറയുന്നത്, ദൈവജനത്തിന് ആ ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. അതെങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാൻ ഒരു ഡ്രസ് റിഹേഴ്സൽ. മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പാട്ട് പാടി കുറേ റിഹേഴ്സൽ എടുത്ത് കാണും അല്ലേ? റിഹേഴ്സൽ എടുക്കാതെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഏത് പണിയും ചെയ്താൽ അതിൻ്റെ അപാകത ഇവിടെ വന്നാൽ മനസ്സിലാവും. അപ്പോൾ റിഹേഴ്സൽ പ്രധാനമാണ്. ഇത് കാണിച്ചു കൊടുക്കണം. അറിയാൻ പാടില്ലാത്ത ആളിന് മുതിർന്ന ആളിത് പഠിപ്പിക്കണം. അപ്പോൾ പത്രോസിനും യാക്കോബിനെയും നമ്മുടെ പത്രോസിനെയും യോഹന്നാനെയും അപ്പോൾ യാക്കോബിനെയൊക്കെ വിളിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, വാ. മലമുകളിൽ ചെന്നു. ഹെർമോന്യ മലയുടെ മുകളിൽ ചെന്നപ്പോൾ കർത്താവ് രൂപാന്തര ശരീരിയായി, തിരസ്കരിക്കപ്പെട്ട ശരീരത്തോടെ. പണ്ട് നമ്മുടെ പുറപ്പാട് 33 പറയും പ്രകാരം നീലൽക്കല്ലിൽ പടുത്ത തളം പോലെ മനോഹാരിത നിറഞ്ഞ ആ കാഴ്ച അതൊന്ന് ആവർത്തിച്ച് കട്ടിക്കൊടുത്തപ്പോൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. എന്താണ് അതെന്നറിയണ്ടേ? 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ട് കടന്നുപോയ ദൈവപുരുഷനായ മോശ, ന്യായപ്രമാണത്തിൻ്റെ ദാതാവായ മോശ നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് നിൽക്കുന്നു മരണം കാണാതെ എടുക്കപ്പെട്ട ദൈവപുരുഷനായ ഏലിയ. പത്രോസ് പറയുക, ഈ മനോഹാരിത വിട്ടുപോകാൻ തോന്നാത്തത് കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് 3 കുടിലുണ്ടാക്കും, 3 വീടുകൾ. ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയാവിന്, മറ്റൊന്ന് മോശയ്ക്ക്. 3 കുടിലുകൾ. ഇത് പറയുമ്പോൾ ഒരു കാര്യം, ബേസൈദ കടൽക്കരയിലെ ഒരു സാധാരണ മത്സ്യബന്ധന തൊഴിലാളിക്ക് 1400 കൊല്ലം മുമ്പ് മരിച്ചടങ്ങിയ അല്ലെങ്കിൽ അപ്രത്യക്ഷനായ എടുക്കപ്പെട്ട മോശ, അതുപോലുള്ള ഏലിയാവിനെ ഇപ്പോൾ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം? ഇതാ തമ്പുരാൻ ഇടപെട്ടാൽ നമ്മുടെ ചിന്താപരതയുടെ മണ്ഡലം അങ്ങ് മാറും. മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധിയുടെയും കാഴ്ചപ്പാടിൻ്റെയും സ്ഥിതി അങ്ങ് മാറും. വചനം കേൾക്കുന്നവർക്കിടയിൽ കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, യേശുവിനോട് ചേർന്ന് നിൽക്കുക. കാഴ്ചപ്പാടിൻ്റെ ആഴമങ്ങ് മാറും. ഓർമ്മശക്തി കിട്ടാത്തവരുണ്ടോ? ചിന്താതലങ്ങൾ മാറാൻ പോകുക, കാഴ്ചകൾ മാറാൻ പോകുക. നിരൂപണങ്ങളും ചിന്തകൾക്കുമൊക്കെ അപ്പുറത്തേക്ക് ഒരു സാധുവായ മത്സ്യബന്ധന തൊഴിലാളിയുടെ ഓർമ്മയെ, ചിന്തയെ, ബുദ്ധിയെ പറിച്ചു നട്ടിട്ട് ഇത് യേശുവിനെ എൻ്റെ അരികിൽ നിൽക്കുന്ന മോശയെ കണ്ടിട്ട് ഇത് മോശയാണെന്ന് തിരിച്ചറിയാൻ, ഏലിയാവാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്കും മനസ്സിലാകും മോശയാര്, അബ്രഹാമാര്, പൗലോസാര്, ചിരകാല പരിചിതരെ പോലെ ഈ പ്രിയപ്പെട്ടവർ വന്ന് ആലിംഗനബദ്ധരായി നമ്മയും കൂടെ ചേർക്കും. എന്താണ് കാരണം? ക്രിസ്തുയേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഓഹരിക്കാരായി ഞാനും നിങ്ങളും ഇന്നിവിടെ ഉണ്ട്. ഈ ശരീരം ക്രിസ്തുവിൻ്റെ ദാനമാണ്. ദൈവസഭയാകുന്ന ഈ ശരീരം ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്ത നാൾ മുതൽ ഇത് ക്രിസ്തുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ഹല്ലേലൂയ. അതിന് 6 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് നിത്യതയുടെ കവാടം ഇത് ഇങ്ങനെ തുറക്കുമെന്ന് കാണിക്കാൻ ഒരു റിഹേഴ്സൽ എടുത്ത് കാണിച്ചതാണ് ഈ വായിച്ച വേദഭാഗം. മനസ്സിലായോ? നിങ്ങളീ മത്തായിയുടെ സുവിശേഷം മാത്രം പരതിയാൽ ക്രിസ്തുവിൻ്റെ ചില ഭാവങ്ങൾ കാണാം. 2-ാം അധ്യായം പരതിയാൽ പിറന്നു വീണ ക്രിസ്തുവിനെ കാണാം. 17-ാം അധ്യായം പരിശോധിച്ചാൽ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിനെ കാണാം. അവിടുന്ന് 10 അധ്യായം കൂടെ മുമ്പോട്ട് കയറി 27-ാം അധ്യായം പരിശോധിച്ചാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണാം. അപ്പോൾ ഈ ഒറ്റ ഭാഗം, ഈ ഒറ്റ പുസ്തകത്തിൽ 4 കാര്യം പറയുമ്പോൾ മറ്റൊരു ഭാവം പ്രദർശിപ്പിക്കുന്നത്, പറയുന്നത് ധന്യനായ യോഹന്നാനാണ്. യോഹന്നാന്റെ വെളിപ്പാട് 1-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ഉള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ പ്രശോഭിതനായ, വസ്ത്രാലങ്കൃതനായ ക്രിസ്തുവിനെ കാണാം. ക്രിസ്തുവിൻ്റെ വ്യത്യസ്ത രൂപഭാവങ്ങൾ അങ്ങോട്ട് കാണുമ്പോൾ ദൈവത്തിൻ്റെ ജനം അതിലെ ചില പൊരുളുകൾ തിരിച്ചറിയണം. സന്തോഷമല്ലേ? പറയാം. 2-ാം അധ്യായത്തിൽ
നിങ്ങൾ കാണുന്നത് പിറന്നു വീണ ആ ക്രിസ്തുവിനെയാണ്. പിറവി കൊണ്ട ക്രിസ്തുവിനെ കാണാൻ ആട്ടിടയരുണ്ട്, ആളുകൾ ധാരാളമായി കാണുന്നുണ്ട്. ഒടുക്കമിതാ വിദ്വാൻമാരും യേശുവിനെ കാണുക. ഈ വിദ്വാൻമാർ കാണുന്ന രംഗത്ത് വിശദീകരിക്കുന്നൊരു ഭാഗമുണ്ട്. 10 തോന്നുന്നു. അവർ വന്ന് കാഴ്ച ദ്രവ്യങ്ങളൊക്കെ വച്ച് അമ്മയായ മറിയയോടുകൂടെ ക്രിസ്തുവിനെ കണ്ടു, യേശുവിനെ കണ്ടു. അമ്മയായ മറിയയും കണ്ടു, മറിയോടുകൂടെ ക്രിസ്തുവിനെയും കണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും വിരോധമുണ്ടോ? ചില ആളുകൾ പറഞ്ഞു വരുത്തുന്നു നമുക്ക് വിശുദ്ധ മറിയത്തോട് എന്തോ വിരോധമാണെന്ന്. എന്തിന്? ഇതാരാ? കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം ഉൾക്കൊണ്ട മാതൃചിത്തത്തിൻ്റെ, മാതൃമനസ്സിൻ്റെ, മാതൃശരീരത്തിൻ്റെ പേരാ വിശുദ്ധ മറിയം. നമുക്ക് മാതാവെന്ന് വിളിക്കാവോ? തീർച്ചയായിട്ടും. പൗലോസല്ലേ പറഞ്ഞത്, എൻ്റെ കർത്താവിൽ പ്രസിദ്ധനായ രൂപോസ്, എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറവീൻ. കാരണം എന്താ? സകല വിശുദ്ധന്മാരുടെയും അമ്മ നമ്മുടെ അമ്മയാണ്. മനസ്സിലായോ? ഇവിടെ ഒരു അമ്മച്ചി ഉണ്ടെങ്കിൽ വിശുദ്ധയായ മാതാവിനെ നമുക്കും വിളിക്കാവുന്നതുപോലെ വിശുദ്ധ മറിയത്തെ മാതാവി എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ലെന്നല്ല, ഏറ്റവും നല്ലതാണ്. വിശുദ്ധ മറിയത്തെ ആദരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വിശുദ്ധ മറിയത്തെ ആദരിക്കണം, പക്ഷെ ആരാധിക്കരുത്. മനസ്സിലായില്ല? ആ വാക്യം തന്നെ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. നേരാണോ ഉപദേശി പറയാമെന്നറിയാൻ അവിടെ വായിച്ചിങ്ങോട്ട് വരുമ്പോൾ പറയുക, എടുത്തെങ്കിൽ അതൊന്ന് വായിച്ചു, അപ്പോൾ മനസ്സിലാവും. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. വീണ് അവനെ നമസ്കരിച്ചു. പദം മതി. വീണ അവനെ നമസ്കരിച്ചു. അവരെ അല്ല, അവനെ. കണ്ടോ? വിദ്വാൻ അത്രയും ബോധം ഉണ്ടായിരുന്നു. നമസ്കരിക്കേണ്ടത് ആരെയാ? അവനെ. യേശുവിനെ നമസ്കരിച്ചു. അല്ല കൂട്ടായിട്ട് നിന്ന് എല്ലാവരെയും കൂടെ കറങ്ങി നിന്ന് നമസ്കരിക്കല്ല. ആരെയും ആദരിക്കാം, ആരെയും ബഹുമാനിക്കാം. ആരാധനക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. ആരാധിക്കാൻ അവൻ യോഗ്യനായ കാര്യം പറയാ, നീ അറുക്കപ്പെടാൻ ഇഹലോകത്തിലേക്ക് അയക്കുന്ന ദൈവകുഞ്ഞാടിനെ കണ്ടപ്പോൾ അവനെ നമസ്കരിച്ചു. സ്തോത്രം. ഇവിടെ ഒരു കാഴ്ച കൂടി കാണാം. യേശുവിനെ ശുദ്ധീകരണ കർമ്മം അനുസരിച്ച്, യേശുവിനെ ശുദ്ധി ചെയ്യാനൊന്നുമില്ലെങ്കിലും നാട്ടു നടപ്പനുസരിച്ച് ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ വിശേഷപ്പെട്ടൊരു കാഴ്ച. ഒരു ജരാനര ബാധിച്ച വൃദ്ധൻ അവിടെയുണ്ട്, സക്കറിയ. കണ്ണിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങി, പ്രയാധിക്കവും ക്ഷീണവും അലട്ടുന്നുണ്ട്. ഇഹലോകം വിട്ടുപോകാനുള്ള ദൈവത്തിൻ്റെ ആ വിളി വന്ന് കിടക്കുക. ഒട്ടപ്പുറത്ത് ഹന്ന എന്ന പേരായൊരു ദൈവത്തിൻ്റെ പ്രവാചകി ആലയത്തിൽ അന്തേവാസിയായിട്ടുണ്ട്. ക്ഷീണിച്ച് തകർന്നു വരുന്ന ദമ്പതികളെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന, ഹൃദയം നുറുങ്ങിയവരെയൊക്കെ വചനം കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന, വേദനിക്കുന്നവരൊക്കെ പ്രവചനത്തിൻ്റെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന ഹന്ന എന്ന പ്രവാചകി. അതിലേ ഹന്ന ആദരവോടെ യേശുവിനെ കൈക്കണ്ടപ്പോൾ ഈ ജരാനര ബാധിച്ച വൃദ്ധനായ ശിമയോൻ യേശുവിനെ കയ്യിലേക്കെടുത്തു. നമ്മളൊക്കെ കൊച്ചുകുട്ടികളെ ലാളിക്കാനൊക്കെ ഇരിക്കും. മിക്കവാറും ഈ സ്ത്രീകൾ മറ്റൊരാളുടെ കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തിട്ട്, ഞാനത് ശ്രദ്ധിച്ചു നിന്നിട്ടുണ്ട്, ഇപ്പോഴെങ്ങാണ്ട് കുഞ്ഞുണ്ടെങ്കിൽ വാത്സല്യത്തോടെ തന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു തട്ടും തട്ടിയിട്ട് ആദ്യം വിളിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കള്ളൻ. അവർ നമ്മളുടെ സംഭാഷണം തുടങ്ങുന്നത് എങ്ങനെയാ? കുഞ്ഞിനെ വിളിക്കുന്നത് എങ്ങനെയാ? കള്ളൻ. ഒരടിയും കൂടെ അടിക്കും. വേറെ ഒരു സ്നേഹപ്രകടനമില്ല മലയാളിക്ക്. എങ്ങനെയാ തുടങ്ങുന്നേ? കള്ളൻ. പാവം കുഞ്ഞ്. അല്ലെങ്കിൽ വേറെന്തൊക്കെയൊക്കെ ആളുകൾ പറഞ്ഞ് കുഞ്ഞേ, കുഞ്ഞുവാവേ, ഉണ്ണിമോനെ, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? അങ്ങനെയൊക്കെയാണ് കുഞ്ഞിനെ ചേർത്ത് ലാളിക്കുന്നത്.
അപ്പോൾ ഇത് പുരുഷന്മാർ നോക്കിയാൽ അത്ര കണ്ട് വിജയിക്കുകയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും കൊച്ചു മൈൻഡ് ചെയ്യില്ല. കുഞ്ഞേന്നൊക്കെ വിളിച്ചാലും അതിൻ്റെ ആ ടോണ് കേട്ടാൽ തന്നെ അവർ നിർത്തും. അതാ നമ്മളെയൊന്നും അംഗൻവാടി പഠിപ്പിക്കാൻ എടുക്കാത്തത്. മനസ്സിലായോ? നമ്മളെയൊക്കെ അംഗൻവാടി പഠിപ്പിക്കാൻ എടുത്താൽ 2 ദിവസം കൊണ്ടത് പൂട്ടും. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഏറ്റവും അധികം പൈസ കൊടുക്കേണ്ടത് അംഗൻവാടിയിലെ ടീച്ചർക്കാണ്. ഒരു കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കുന്ന ചില അമ്മമാരുടെ ബുദ്ധിമുട്ട് ഓർത്ത് എപ്പോഴാ 10-15 പിള്ളേരെ വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുക നിങ്ങൾ കഷ്ടപ്പെടുന്നത്. അപ്പോഴേ നമ്മളെല്ലാം ഈ കുഞ്ഞിനെ കണ്ട് കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെന്തി അതിന് ചുംബനം കൊടുക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹപ്രകടനമൊക്കെ നടത്തുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ശിമയോൻ മാത്രം വിളിക്കുക, കയ്യിലേക്കെടുത്തിട്ട് അദോനായി. അതിൻ്റെ അർത്ഥം ഓ മൈ മാസ്റ്റർ, എൻ്റെ ഗുരു, എൻ്റെ ഉടയവനെ, എൻ്റെ കർത്താവേ, എൻ്റെ നാഥ. എങ്ങനെ പറ്റിയെന്നറിയണ്ടേ? ഇതാരാണെന്ന് വെളിപ്പാട് കൊണ്ട് തിരിച്ചറിഞ്ഞവനാ ശിമയോൻ. അതുകൊണ്ട് വിളിച്ചു എൻ്റെ നാഥനാ. ജരാനര ബാധിച്ച വൃദ്ധൻ ചോരക്കുഞ്ഞിനെ കയ്യിലെന്തിട്ട് വിളിക്കുക, എൻ്റെ നാഥ. ആ നാഥനെയാ ഇന്ന് ആളുകൾ വിളിക്കുന്ന ഉണ്ണിയേശു എന്ന്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു അബദ്ധമാണ്. എൻ്റെ കുഞ്ഞെ ഇന്നെങ്കിലും തിരുത്തി പോകണം. അവനെ ഉണ്ണിയേശുവായിട്ട് ചെറുതായിട്ട് കാണല്, അവനെ ചോരക്കുഞ്ഞായിട്ട് ചെറുതായി കാണല്. ഈ മഹാപ്രപഞ്ചത്തെ ഒരു വാക്കിൽ ഉരുവാക്കിയവൻ, ആകാശത്തിന് വൃദ്ധം വരച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഉന്നതൻ ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഒരു മനുഷ്യനായി ഉരുവം പൂണ്ട് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കെ അവനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ് വിളിച്ച ഭക്തനാ ഈ ശിമയോനെങ്കിൽ ആ ഹൃദയം പ്രാപിച്ച പത്രോസ് പിന്നീട് പറയാ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ആ ജനനത്തിൽ അവൻ ദൈവപുത്രനായി ശോഭിക്കപ്പെട്ടെങ്കിൽ ഇപ്പോഴിതാ ഈ ഫിലിപ്പിൻ്റെ കൈസരയിൽ ദൈവപുത്രൻ എന്ന വെളിപ്പാട് സ്ഥിരീകരിച്ചെങ്കിൽ മറുമാലയിൽ അവൻ്റെ തേജസ്കരിക്കപ്പെട്ട ഭാവം കണ്ടെങ്കിൽ ഇവിടെ വരെയുള്ള ക്രിസ്തുവിനെ ഏതൊരാൾക്കും അനുഗമിക്കാൻ തടസ്സമില്ല. ഉണ്ണിയേശുവിനെ കാണാൻ, ശിശുവായ ക്രിസ്തുവിനെ കാണാൻ ആൽബഹളമുണ്ട്, തിക്കുണ്ട്, തിരക്കുണ്ട്. അല്ലല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പറയുന്ന പ്രഖ്യാപനം കേൾക്കാൻ ആവേശമുണ്ട്. മറുരൂപമലയിലെ പ്രത്യക്ഷത കണ്ടാൽ 3 കുടിലുണ്ടാക്കാൻ തോന്നും. പക്ഷേ 3 ക്രൂശുകൾ ഒരുമിച്ച് അകമ്പടി ചേരുന്ന ഗോൽഗോഥ കണ്ടിട്ടേ അതിൻ്റെ താഴെ നിൽക്കാൻ കെൽപ്പുള്ള അധികം പേരൊന്നുമില്ലെങ്കിൽ ഇന്ന് രാത്രി അവരെ തിരഞ്ഞ യേശുവിൻ്റെ സുവിശേഷം അത്തരം ആളുകളെ തിരഞ്ഞ ഇവിടെ വന്നിരിക്കുന്നത് ജനിച്ച ക്രിസ്തുവിനേക്കാൾ, മറുരൂപമലയിലെ പ്രത്യക്ഷതയേക്കാൾ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന വെളിപ്പാടിൻ്റെ പ്രഖ്യാപനത്തെക്കാൾ ഭക്തനെ തിരിഞ്ഞിരുന്ന് ചിന്തിക്കേണ്ട ആഴമേറിയ സത്യമാ ഈ ക്രൂശ്. അത് ചൂണ്ടിക്കാട്ടിയ ഞങ്ങൾക്ക് സുവിശേഷം വിശദീകരിക്കാനുള്ളേ. ആ ക്രൂശിൻ്റെ ചുവട്ടിൽ അധികം പേർക്ക് നിൽക്കാൻ വയ്യ. അത് പീഡിത സ്ഥലമാ. അക്രമികളെ, ദുഷ്കർമ്മികളെ കൊണ്ടിട്ട് പീഡിപ്പിക്കുന്ന സ്ഥലമാ. നിങ്ങൾ ജയിൽ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഭീകരത കണ്ടിട്ടുണ്ടോ? ആളുകൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ജയിലിൽ പൊക്കോളാമെന്നൊക്കെ പറയും. അതിനകത്തെ അവസ്ഥ ഭീകരമാണെന്നേ. ചെറിയൊരു മുറിക്കുള്ളിൽ, അടച്ചിട്ട മുറിക്കുള്ളിൽ സാധാരണഗതിയിൽ 3-4 പേർക്കും കഴിയേണ്ട ഇടത്തെ 8-10 പേരാണെന്ന്. നമ്മുടെ ജയിലുകൾ മൊത്തമെടുത്താൽ 5000 പേരെ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള സൗകര്യങ്ങളില്ല. അതിൻ്റെ എത്രയോ അധികം ആളുകൾ ഈ ജയിലിൽ കഴിയുക, തിരക്കി ബുദ്ധിമുട്ടി അവരോട് കഴിയുക. അതിൻ്റെതായ സ്വാതന്ത്ര്യക്കുറവേ, പുറലോകം കാണാനാവാത്ത അവസ്ഥയെ. അങ്ങനെയെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ കാഴ്ചക്കാരായി ബന്ധുക്കൾ ചെന്ന് നിൽക്കുന്നതും അവർക്ക് വേദനയാ, നമുക്കും വേദനയാ. സന്ദർഭവശാൽ ഒരുത്തൻ പെട്ടുപോയി, അയാളെ ഒന്ന് കാണാൻ നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, ഭീകരമാണ് കാഴ്ച. അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക്, ദാരുണ വധം ഇവിടെ നടക്കാൻ പോകുക. സൗദി അറേബ്യയിലും മറ്റുമൊക്കെ മനുഷ്യനെ പരസ്യമായി കൊല്ലുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കാണാൻ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ആകാംക്ഷയുണ്ടെങ്കിലും തല വെട്ടി മാറ്റി ഉരുണ്ടു വീഴുന്ന ആ തല കിടന്ന് പിടയ്ക്കുമ്പോൾ, ഉടൽ പിടയ്ക്കുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അമ്പരപ്പും ഒരു വിഷമതയും, അന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയൊക്കെ വരുമെങ്കിൽ ഈ ക്രൂശിലെ
3 പേരെ തറക്കിയ അതിൽ 2 പേരെ കൊടും ക്രിമിനലുകളാണെങ്കിൽ ഒരു നിരപരാധി ഈ ക്രൂശിൽ മരിച്ചൊടുങ്ങാൻ തുടങ്ങുമ്പോൾ അവനെ കാണാൻ അധികം പേരവിടെ നിൽപ്പില്ല. അവൻ്റെ അരികിലേക്ക് വന്നു ചേരാൻ അധികം പേർക്ക് താല്പര്യമില്ല. ആഘോഷത്തിമിർപ്പിൽ ഉണ്ണിയേശു ജനിച്ചെന്നറിഞ്ഞുകൊണ്ട് പാട്ടുപാടി കൊട്ടി അവനെ പ്രകീർത്തിച്ചു ചെന്ന ആട്ടിടകന്മാരെവിടെ? വിദ്വാൻമാരെവിടെ? മറുമലയിലെ കാഴ്ച കാണാൻ ചെന്ന പത്രോസ് എവിടെ? യാക്കോബ് എവിടെ? അല്ലെങ്കിൽ 12 ശിഷ്യന്മാരെവിടെ? അതുമല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന പ്രകീർത്തനത്തിന്റെ സമയത്തെ കേട്ടുകെട്ട് നിന്ന ആളുകൾ എവിടെ? അതുമല്ലെങ്കിൽ 5 അപ്പം വാഴ്ത്തി അനുഗ്രഹിച്ച് 1000 കൊടുത്തപ്പോൾ ഭക്ഷിച്ചവരെവിടെ? യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ കണ്ടു നിന്നവരെവിടെ? ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അകമ്പടി സേവിച്ചവരെവിടെ? ലാസർ എവിടെ? താൻ സൗഖ്യമാക്കിയ 10 കുഷ്ഠരോഗികൾ എവിടെ? ആയിരക്കണക്കിന് ആളുകളെ കാവർനൗമിൽ സൗഖ്യമാക്കിയല്ലോ. അതിൽ ഒരുവനെങ്കിലും ഇവിടെ വന്നു നിൽപ്പില്ലാത്ത വിധത്തിൽ കാണിച്ച നന്ദികേടാ ലോകത്തിന്റെ മതസംഹിതകളുടെ അടിസ്ഥാനമെങ്കിൽ നന്ദിയുള്ള മനുഷ്യരായി ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ ഏതാനും ദുർബലരായ സ്ത്രീകളെയാ കാലം കരുതി വെച്ചതെങ്കിൽ ആ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, യോഹന്നാൻ. അവനെ കണ്ടിട്ട് ക്രിസ്തു വന്ന് തീരുമാനിച്ചുറപ്പിച്ചതാ, പിടയുന്ന എൻ്റെ ചോര ചൊരിയുന്ന എൻ്റെ തിരുമാറിലൂടെ രക്തം പുറപ്പെട്ടു വരുന്ന എൻ്റെ കാഴ്ച കാണാൻ നീ ഇവിടെ നിന്നെങ്കിലേ ഞാൻ നിന്നെ കരുത്തനാക്കുന്ന ഒരു ദിവസമുണ്ട്. പത്മോസിന്റെ ഏകാന്തതയിൽ കോരിച്ചൊരിയുന്ന വേദനയ്ക്ക് നടുവിലെ, മഞ്ഞു പെയ്യുന്ന ആ പ്രതികൂലത്തിന്റെ നടുവിലെ, ആർത്തലക്കുന്ന ഈജിയൻ തിരമാലകളുടെ ഗർജനത്തിന്റെ നടുവിലെ ഞാനൊരിക്കൽ നിന്നെ വിളിച്ചിട്ട് പറയും, വരിക, എന്റെ ശബ്ദം കേൾക്കുക, ഇവിടെ തിരിഞ്ഞു നോക്കുക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാൻ ആർക്കാണ് ഇന്ന് രാത്രി താല്പര്യമുള്ളത്? നമുക്ക് പറയാം, നാഥാ, ഒരു സമർപ്പണം എനിക്കുണ്ട്, ധൈര്യക്കുറവുണ്ട്, ഭയമുണ്ട്, ഭീരുത്വമുണ്ടെങ്കിലും ഈ ക്രൂശിനെ ചുമക്കാൻ, ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കാനുള്ള എൻ്റെ ആത്മാർത്ഥത ഒട്ടും കുറയ്ക്കാതെ ഞാനിതാ തിരുമുമ്പാകെ വരുന്നെന്ന് പറയാൻ ആത്മാർത്ഥതയുള്ള പ്രിയപ്പെട്ടവരെ തിരഞ്ഞ് ഇന്ന് യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആ ക്രൂശ് തന്നെ ഒന്ന് അടുത്ത് കാണണം, ആ മുഖമൊന്ന് കാണണം, ആ തിരുമാർവിലൊന്ന് അണയണം. ഞാൻ ഈ ക്രൂശിത രംഗം ഓർക്കും. ആ ക്രൂശിൽ 2 പേർ കിടക്കുക. 2 പേരെയും കള്ളൻ എന്നൊക്കെ വിളിക്കുമ്പോഴും ആളുകൾ തീവ്രവാദികളാ. അതിലൊരുത്തൻ പറയുന്ന വാക്കുണ്ട്. എന്താണത്? നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ രക്ഷിക്കണം, ഞങ്ങളെയും രക്ഷിക്കണം. നമ്മൾ അയാളെ വിമർശിക്കും. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചതും ഇതിൻ്റെ പകുതിയാണ്, ഞാൻ പ്രാർത്ഥിച്ചതും ഇതിൻ്റെ പകുതിയാണ്. എന്നെ ഒന്ന് രക്ഷിക്കണം, നിന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതേ എന്നെ രക്ഷിക്കണം, എന്നെ ഒന്ന് രക്ഷിക്കണം, കൂട്ടുകാരനെ രക്ഷിക്കണം, ഇത് പറയുന്നേ. കള്ളൻ്റെ ആ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ടാ? നിങ്ങൾ ഉപവസിച്ചപ്പോഴൊക്കെ പറഞ്ഞതാ, എന്നെ ഒന്ന് രക്ഷിക്കണം, മോൾക്ക് പഠിക്കാൻ നല്ല ബുദ്ധി കൊടുക്കണം, അവൾ വിദേശത്ത് പോകണം, കുഞ്ഞ് ടെസ്റ്റ് എഴുതിയിട്ട് നിൽക്കുക, പാസ്സാകണം, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുക, യാത്രയ്ക്ക് സൗകര്യങ്ങൾ ഒരുങ്ങണം, സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റ് മാറണം. നമ്മളിതന്നെ പറയുന്നേ. ക്രൂശിലെ കള്ളനും പറഞ്ഞതേ അവൻ്റെ ഭൗതിക വിടുതല, ഭൗതിക ഉയർച്ചയാ. ഇന്ന് സുവിശേഷ ഘോഷണ സ്ഥലങ്ങളിലും കേൾക്കുന്നതേ ഭൗതികമായ വിടുതല. നല്ല വീട് വെക്കുന്ന കഥയാ, പുത്തൻ വണ്ടി വാങ്ങുന്ന കഥയാ, വിശാലമാകുന്ന കഥയാ. പക്ഷെ അപ്പുറത്തൊരുത്തൻ ഇതൊന്നും ചോദിക്കാൻ അർഹതയില്ലാതെ പറയാ, എനിക്ക് ഈ ക്രൂശിനെ സഹിക്കാൻ മനസ്സാ. കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാൽ ക്രൂശ് കിട്ടിയാൽ പോരാ. പക്ഷെ ഒരു കുറ്റവും ചെയ്യാത്ത നീ ഈ ക്രൂശ് വഹിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, നിന്റെ പ്രസംഗം ഒരു യാഥാർത്ഥ്യമായിരുന്നു, നിന്റെ രാജ്യം ഒരു സത്യമായിരുന്നു. ആ നിത്യതയിൽ അടിയന് ഓർക്കണം, ആ നിത്യത അടിയന് തരണം. ഈ നിത്യത കൂടാതെയുള്ള പ്രാർത്ഥന അപ്രസക്തമാ. നിത്യതയെക്കുറിച്ചുള്ള ചിന്ത കൂടാതെയുള്ള യാത്ര അപ്രസക്തമാ. നിത്യതയെക്കുറിച്ചുള്ള ചിന്ത കൂടാതെയുള്ള പ്രാർത്ഥനയും ചിന്തയും എല്ലാം അത് പരിമിതമാ. അതുകൊണ്ട് ഒരു കള്ളൻ്റെ പ്രാർത്ഥനയിൽ കേട്ടിട്ട് യേശു പറഞ്ഞെന്താ, ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, അവൻ എന്താണ് പറയുന്നത് അറിയുന്നില്ല. നമ്മുടെ ജൽപ്പനങ്ങളെ വിട്ടിട്ട് പറയാം, എൻ്റെ നിത്യത, എൻ്റെ നിത്യത, എൻ്റെ നിത്യത. ആരുണ്ട് നിത്യതയെക്കുറിച്ചുള്ള ഈ ആകാംക്ഷയോടെ വന്നിരിക്കുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ നിത്യത, അവൻ്റെ രക്ഷ. പലപ്പോഴും നല്ല വിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വിദേശ രാജ്യത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുഞ്ഞിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? മദ്യവും മയക്കുമരുന്നും അത്യാധുനികമായ സിന്തറ്റിക് ലഹരികളും നാടുപാടുന്ന ലോകത്തെ
ആഭിചാര കർമ്മങ്ങളുടെ ലോകത്തെ, കുഞ്ഞുങ്ങളുടെ കിടമത്സരങ്ങളുടെ ലോകത്തെ, കുഞ്ഞിന്റെ നിത്യതയെക്കുറിച്ച് ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര ജീവിതങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പറയാ, അവന്റെ രക്ഷ അത് നിത്യതയെക്കുറിച്ചുള്ള അവബോധമാണ്. ആ അവബോധം കൂടാതെ ആരും ഇന്ന് ഇവിടം വിട്ടു പോകാൻ പാടില്ല. 1-2 മിനിറ്റുകൾ കൂടി ദൈവത്തിന്റെ ജനമേ കേൾക്കണമേ. നമുക്കറിയാം അനുദിനം തരുന്ന പത്രവാർത്തകൾ അതെത്ര ഭീകരമാ. ഒരിക്കൽ നമ്മൾ ദൂരത്ത് കേട്ട് മനസ്സിലാക്കിയ മാരക മരക്കുമരുന്നുകൾ ഇന്ന് വിപണിയിൽ സുലഭമായിരിക്കുക. അത് പരിഹരിക്കാൻ ഗവൺമെന്റുകൾ വലിയ പണിയെടുത്തുകൊണ്ടിരിക്കുക. കാരണം അവർക്കറിയാം പോലീസിനെ കൈകാര്യം ചെയ്യുന്ന കൗമാരക്കാരനെ കണ്ടു, പോലീസ് വണ്ടി തടയുന്ന കൗമാരക്കാരൻ എന്തെല്ലാം ചീത്ത വിളിച്ചു പറയുക പോലീസുകാരോട്, മാതാപിതാക്കളോട്, അധ്യാപകരോട്. കനത്ത എതിർപ്പോടെ ഇത്തരം കുട്ടികൾ ശബ്ദം മുഴക്കുമ്പോൾ പറയുക, അധ്യാപകർ മക്കൾ നിന്നേ അവർ ചൂരൽ മാറ്റി വെച്ചത് കൊണ്ട്, പഴയ ശിക്ഷാ നടപടികൾ മാറ്റി വെച്ചത് കൊണ്ട് കുഞ്ഞിങ്ങനെ പിഴച്ചുപോയത്. അല്ലല്ലല്ലല്ല, ഇവിടെ എവിടേക്കോ വിപണി ശക്തമായി കഴിഞ്ഞു, ഇരുട്ടിന്റെ ശക്തികൾ ശക്തമായി കഴിഞ്ഞു. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ നിങ്ങൾ അമ്പരന്ന് പോകുന്ന ചില വാർത്തകളുണ്ട്. നിഗൂഢങ്ങളായ മാന്ത്രിക പ്രവർത്തനങ്ങൾ, ആഭിചാര കർമ്മങ്ങൾ ഇതാ ഇന്റർനെറ്റിൽ സുലഭമായി കഴിഞ്ഞു. നമ്മൾ പഠിച്ചു വരുമ്പോൾ ചിലതരം മന്ത്രവാദ ശക്തികളെ കുറിച്ച് പഠിക്കാറുണ്ട് ബൈബിളിലും. നിങ്ങൾക്കറിയണ്ടേ, ജൂതന്മാർക്കിടയിൽ മന്ത്രവാദ ശക്തികൾ പെരുകുകയാണ്. മാന്ത്രികം, അതുമായി ബന്ധപ്പെട്ട ആലോചനകളും കാര്യങ്ങളും പെരുകുക. അത് നിഗൂഢമായ വഴിയില ഒരു കുഞ്ഞിന്റെ അരികിലേക്ക് എത്തുന്നത്. കുഞ്ഞെ, പലയാവർത്തി നീറ്റെഴുതിയിട്ട് തോറ്റുപോയോ? നീ ഈ സൈറ്റിലേക്കൊന്ന് കയറുക. ഏകാഗ്രത നിനക്ക് ഒരിക്കലും നശിച്ചു പോകരുത്. അതിനു മുമ്പ് നീ ഈ മന്ത്രം ജപിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു ട്യൂട്ടർ വരും. അയാൾ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. നിങ്ങൾ ഉച്ചരിക്കുന്ന ആ മന്ത്രം പലയാവർത്തി പറഞ്ഞിട്ട് പറയാ, ഒന്ന് പോയി പരീക്ഷ എഴുതി നോക്കിയേ, ഒരു ടെസ്റ്റ്. സാധാരണഗതിയിൽ ഒരു പരിശോധന, ഒന്ന് തയ്യാറാകുക. അത്തവണ പരീക്ഷ എഴുതുമ്പോൾ കുഞ്ഞിന് മികച്ച മാർക്ക്. കുഞ്ഞ് പറയുക, യഥാർത്ഥ പരീക്ഷ വരുമ്പോൾ ഞാൻ കടമ്പ കടക്കും. കാരണം എന്താ, ഞാൻ ഈ ശക്തിയെ സേവിച്ചപ്പോൾ എൻ്റെ അറിവ് വർദ്ധിച്ചു, എൻ്റെ ചിന്താമണ്ഡലം വർദ്ധിച്ചു. ക്രമേണ അവളുടെ ബുദ്ധിമണ്ഡലം വർദ്ധിക്കാൻ തുടങ്ങി, വളരാൻ തുടങ്ങി. അതിനനുസരിച്ച് ഫീസ് അടയ്ക്കണം, അതിനനുസരിച്ച് പണം ചെലവഴിക്കണം. കുറെ കൂടി കഴിയുമ്പോൾ ഇത്തരം നിഗൂഢ ശക്തികൾ അവരുടെ ബുദ്ധിയെ ക്ഷയിപ്പിക്കും, അവരുടെ മുഴുവൻ കർമ്മശേഷി നശിപ്പിക്കും. ആർക്കും വേണ്ടാത്തവളായി, ആർക്കും കൊള്ളരുതാത്തവരായി ഇത്തരം ആഭിചാര ശക്തികൾക്ക് നേതൃത്വം കൊടുത്തവരുടെ അടിമകളായി മാറിക്കൊണ്ട് അപ്പനെ വെറുത്ത്, അമ്മയെ വെറുത്ത്, വീടിനെ വെറുത്ത്, സമൂഹത്തെ വെറുത്തിട്ടേ ഇവർ വിളിക്കുന്ന ഇടങ്ങളിലേക്ക് പോകും. അനന്തരം കേൾക്കുന്ന വാർത്തകളൊക്കെ ഭയജനകമാ. ഇത്തരമൊരു ലോകത്താ നീയും ഞാനും മക്കളെ വളർത്തുന്നതെങ്കിൽ, അത്തരമൊരു ലോകത്താ ജീവിക്കുന്നത് ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ നിന്ന് തറക്കട്ടെ. എന്നിട്ടേ അപ്പുറത്ത് നിന്ന് പ്രാർത്ഥിച്ച ആ കള്ളന്റെ പ്രാർത്ഥന ശബ്ദമില്ലേ, നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണമേ. ആ രാജ്യം നഷ്ടപ്പെട്ടു പോയാൽ പ്രദക്ഷിണം കൊണ്ട് അർത്ഥമില്ല, ക്രൂശ് ചുമന്നത് കൊണ്ട് അർത്ഥമില്ല, മാമോദീസ കൊണ്ട് അർത്ഥമില്ല, കൺവെൻഷന് വന്നതുകൊണ്ട് അർത്ഥമില്ല. ആ രാജ്യം ഒരു യാഥാർത്ഥ്യം. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് തരുമെന്നരുളിയ നസ്രായനാവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ മറുരൂപമലയിലെ തിരസ്കരിക്കപ്പെട്ട കാഴ്ചയിലേക്ക് നിങ്ങൾക്കൊന്ന് പ്രവേശിക്കണോ? ക്രൂശിനെ സഹിക്കണം, ക്രൂശിനെ ഉൾക്കൊള്ളണം. ഈ ക്രൂശ് നമ്മുടെ ബലമാ, ഈ ക്രൂശ് നമ്മുടെ ശക്തിയാ, ആ ക്രൂശ് നമ്മുടെ വിടുതലാ. ആ ക്രൂശിൽ പിടയുന്ന യേശുവിനെ കണ്ടിട്ട് ലോകം കളിയാക്കി, ലോകം പരിഹസിച്ചു, ക്രൂശിൽ നിറങ്ങാൻ പറഞ്ഞു. മന്ദിരം വിളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിറങ്ങാൻ പറഞ്ഞപ്പോൾ ആ ക്രൂശ് കൊണ്ട് മനസ്സിലായത് ഒറ്റ ഒരാൾക്കാ, ക്രൂശിലെ കള്ളന്. മറ്റാർക്കും പിടികിട്ടിയില്ല. അവൻ ഒറ്റക്കൊരുത്തനായി പറഞ്ഞു, ഇവൻ ദൈവപുത്രനാണ്. പണ്ടവനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ് പറഞ്ഞത് ആരാണെന്ന് അറിയണ്ടേ? ഒരു പാവ ശിമയോനാ. ഇനിയും ക്രൂശിക്കപ്പെട്ടവന്റെ ശവശരീരം കൊണ്ടുവന്നേ അങ്ങ് കല്ലറയ്ക്കകത്ത് വെച്ചു. 3-ാം നാൾ ഉയർത്തിരുന്നിട്ടപ്പോൾ കാണാൻ വന്നതേ ഒരു പാവ സ്ത്രീയാ, മഗ്ദലന മറിയ. അവൾക്കും ഈ ഗുരുവിനെ നേരിട്ട് കാണാൻ അവസരമുണ്ടായി. അങ്ങനെയാണെങ്കിൽ അപകടം പിടിച്ച ഒരു ഉപസംഹാരം പറഞ്ഞ നിർത്താം. ഒരു ദിവസം അവൻ വരും, കാഹളം ധ്വനിക്കും. അക്ഷരാർത്ഥത്തിൽ അവൻ വരുമ്പോൾ ആത്മാവിൽ ദരിദ്രർക്ക്, ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന സവിശേഷ വ്യക്തിത്വത്തിന്റെ ഉടമയായവൻ ഒരു ദിവസം ഇവിടെ വരുമ്പോൾ അവനെ എതിരേൽക്കാൻ എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി സന്നിഹിതരായിട്ട് ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ ക്രൂശത്തിനെ അടുത്ത് കാണാം, അവന്റെ സ്നേഹത്തിന്, വല്ലഭത്വത്തിന്, ശക്തിക്ക് മുമ്പിൽ കീഴ്പ്പെടാം. കണ്ണുകളടച്ചട്ടെ, പ്രാർത്ഥനയ്ക്ക് തയ്യാറായാകട്ടെ, യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവിനോട് ആത്മശക്തിയാൽ പ്രാർത്ഥിച്ചാട്ടെ. ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? കുഞ്ഞുങ്ങളുടെ ഭാവി പോലെ, അവരുടെ ജോലി പോലെ, അവരുടെ പഠനം പോലെ പ്രധാനമാണ് നിത്യത. നമ്മളൊക്കെ ജീവിച്ച് പാതി കഴിഞ്ഞവരല്ലേ.
മക്കളുടെ നിത്യം നഷ്ടപ്പെടുന്നതൊന്നും എവിടെയും സംഭവിക്കാൻ ഇടവരാതെ സമർപ്പിതരായി മുമ്പോട്ട് പോകാൻ ഹൃദയം സമർപ്പിച്ചട്ടെ. എനിക്കറിയാം ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷ ആളുകൾ യേശുവിനെ സ്വീകരിച്ചവരാ. യേശുവിനെ കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാ. എനിക്ക് യേശുവിനെ സ്വീകരിക്കണം. എല്ലാവരും യേശുവിനെ സ്വീകരിച്ചവരാകും. എങ്കിൽ ഈ ദൗത്യം ഞങ്ങളിൽ ഉള്ളത് കൊണ്ട് ചോദിക്കട്ടെ, ആരെങ്കിലും ഒരാളുണ്ടോ ഞാൻ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്കായി പ്രാർത്ഥിക്കണം? ആർക്കാഗ്രഹമുണ്ട് ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്താം. യേശുവിനെ സ്വീകരിക്കാൻ ആരുണ്ട്? ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടാതെ ആരെങ്കിലും ദൂരത്തുണ്ടോ? ഞാൻ യേശുവിനെ സ്വീകരിച്ചു, ഇതുവരെ സ്നാനമേറ്റില്ല, എനിക്ക് സ്നാനമേൽക്കണം. പലയാവർത്തി കേട്ട പ്രചോദനത്തിൻ്റെ വചനങ്ങൾ കിട്ടിയിട്ടും കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് സ്നാനമേൽക്കണം. ആർക്കാഗ്രഹമുണ്ട് കരമുയർത്താം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അകത്ത് പുറത്ത് ഒരാളെങ്കിലും ഉണ്ടോ? ഞാൻ സ്നാനമേറ്റു, ആത്മനിറവ് കിട്ടിയില്ല. എൻ്റെ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, ആത്മനിറവ് കിട്ടിയില്ല. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം വേണ്ടത്ര ആഴത്തിൽ കിട്ടിയില്ല. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. വീട്ടിലൊരു മദ്യപാനിയുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരൻ, ഭർത്താവ്, സുഹൃത്ത്, അങ്ങനെ പ്രാർത്ഥന ആർക്കെല്ലാം ആവശ്യമുണ്ടോ? ഭവനത്തിനൊരു വിടുതൽ ആവശ്യമുണ്ട്, പ്രാർത്ഥന വേണോ? ഇതാ മറുരൂപമലയിലെ മനോഹര സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നു, നമ്മുടെ ചിന്താപരതയെ മുഴുവൻ മാറ്റിമറിക്കുന്നു. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവസരം കൈമാറുന്നു. സ്വർഗ്ഗപിതാവേ, കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ജനത്തെ തിരുസന്നിധിയിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത നിന്റെ വചനത്തിന് കാതോർക്കാൻ നീ അവരെ ശക്തീകരിച്ചു. വീണ്ടും ബലപ്പെടുത്തിക്കൊള്ളണം, ശക്തിപ്പെടുത്തിക്കൊള്ളണം. മഹത്തരമായ വചനത്തിൻ്റെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് ജയോത്സവത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയേണ്ടതിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവിൻ വലിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.